നമ്മൾ മലയാളികള് കേരളത്തെ വെച്ച് എപ്പോഴും കമ്പയർ ചെയ്യാ വേറെ രാജ്യങ്ങൾ വെച്ചാണ്. ഞാൻ ആദ്യം കേരളത്തിൽ നിന്നാണെന്നൊക്കെ പറയുമ്പോൾ ഇവര് ഫുള്ള് അവിടെ ഭയങ്കര എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡ് അല്ലേ, ഞങ്ങൾ രണ്ടാളും ഫുള്ള് റെഡിയാണ്, ഒന്ന് ഇറങ്ങി പോയാൽ മതി. പക്ഷേ ഇവിടെ റെഡി ആവില്ല, കഴിയില്ല. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യാ. അങ്ങനെ സെമിയർ ഫേസ് പെയിന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഫ്രണ്ട് ഗ്രേസ് ഇങ്ങനെ വരച്ചു കൊടുത്തു. പക്ഷെ അത് തീരെ നന്നായില്ല. അതായത് എനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഓളെ മുഖത്തൊക്കെ പറയാനും വയ്യ. നീ അത് കണക്കാക്കി വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ അങ്ങനെ കണക്കാക്കി വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പം എന്താ അങ്ങനെ ഞാൻ അത് കണക്കാക്കി എത്തിയപ്പോഴും മേക്കപ്പ് ഇങ്ങനെ അത് ആരംഭ സ്റ്റേജിലാണ്. Hey everyone, welcome to the best comedy podcast in India, After Hours Malayalis. ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സെമിറ, സംഭവം നീ ഇവിടെ വന്നിട്ട് കുറച്ചായെങ്കിലും ആ പുതുമ എനിക്ക് നഷ്ടപ്പെട്ടു. അതെ, ഇപ്പോഴൊരു ന്യൂബി എന്നുള്ള ഫ്രഷ്മൻ ഫീലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡായിട്ട് ചോദിക്കുന്ന അതേ ചോദ്യമാണ് എന്നോട് ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് കാനഡയെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ്? ഇപ്പോഴാണ് എനിക്ക് കാനഡനെ കുറിച്ചുള്ള കറക്റ്റ് ഒരു ഇൻസൈറ്റ് മനസ്സിലായി. അതെന്താ? അതായത് കാനഡയിൽ എങ്ങനെ വരുമോ, ഇപ്പം നമ്മളെ നാട്ടില് പറഞ്ഞാല് ഇപ്പൊ ബസ്സൊക്കെ കേറുമ്പോള് നമ്മള് ബസ്സൊക്കെ ഫുള്ള് തിക്കി തിരക്കൊക്കെ ആയിരിക്കും വരിക. ബസ് തന്നെ രാവിലെ വൻ തിരക്കിലാണ്. എന്നിട്ട് ബസ് ആയിട്ട് നിർത്തി താത്തെ വേഗം കയറി താത്തെ സമയല്ല 2 മിനിറ്റ് വൈകിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു ബഹളവും കാര്യങ്ങളും ടിക്കറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ വരുന്നു, ആൾക്കാർ കേറുന്നു, ഇറങ്ങിപ്പോന്നു, സ്റ്റോപ്പിൽ ഇറങ്ങണം, അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് ഒന്ന് ബസ് ഫുള്ളായി കഴിഞ്ഞാല് പിന്നെ അതില് ബസ് ആൾക്കാരെ കേറ്റൂല. ലൈക്ക് കേറ്റുമല്ലോ, അല്ല യെല്ലോ ലൈനിന്റെ അവിടെ വരെയാണ് ആൾക്കാരെ ഇതാക്കുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാനുള്ള ചാൻസ് വളരെ വിരളമാണ്. അല്ല, ഞാൻ കോളേജിൽ നിന്ന് എന്നും ബസ്സൊക്കെ കയറി വരുന്നതല്ല, ഞാൻ പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. അതായത് ഔട്ട് ഓഫ് ഡെലിവറി ആവുന്നത്, ഔട്ട് ഓഫ് ഡെലിവറി അല്ല, ബസ് ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് ഇതാവുന്നത്. പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. ഇവിടെ ഇങ്ങോട്ട് ആൾക്കാര് ഇറങ്ങുമ്പോ ഡ്രൈവേഴ്സിനോട് താങ്ക് യു, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ട്. അതായത് പാസഞ്ചറും ഡ്രൈവറും തമ്മിലൊരു ബന്ധമില്ല, മൂപ്പർക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട് ഈ ഒരു ജോലി ചെയ്യാന്, ഒരു കമ്മിറ്റ്മെന്റ്സോ കാര്യമൊന്നുമില്ല. പക്ഷെ ഓരോ പാസഞ്ചറും ആരുടെ സ്റ്റോപ്പിലെത്തുമ്പോ മോസ്റ്റ് ഓഫ് ദം ഒരു 95% ആൾക്കാർ, ഞാനും ബസ്സിൽ കയറിയ ടൈം അതെ 95% ആൾക്കാരും താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. രണ്ടാമത്തെ എന്താന്ന് വെച്ചാല്, നമ്മള് നാട്ടില് ഒരു സാധനം വാങ്ങാൻ പോയാല് എന്തൊക്കെയാ വേണ്ടിയേ, അപ്പൊ അങ്ങനെ പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് കുറയല്ലോ, എന്തൊക്കെയാ വേണ്ടിയ, എപ്പാക്കൊക്കെ സുഖല്ലേ, അങ്ങനെയും പറയും. നാട്ടിലാണെങ്കിൽ അങ്ങനെ പറയും. അല്ലെ ഒരു നോർമൽ നമുക്ക് അറിയാത്തൊരു സ്ഥലത്ത് ഒരു ഷോപ്പ് കയറുകയാണെങ്കിൽ എന്താ വേണ്ടിയ എന്ന് ചോദിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്തരും, ഇതാക്കും, കാര്യങ്ങൾ കഴിഞ്ഞു, ബില്ലടക്കുന്നു, പോകുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞാല് നമ്മളൊരു ഷോപ്പിക്കോ ഒരു റെസ്റ്റോറൻറ്റിക്കൊക്കെ കയറുകയാണെങ്കിൽ ആൾക്കാരിങ്ങനെ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഹേയ് ഹൗ ആർ യു ഡൂയിങ്, ഹൗ മേ ഐ ഹെൽപ്പ് യു ടുഡേ എന്നൊക്കെ പറഞ്ഞാണ്ട് അവരെ ഭയങ്കര സ്വീറ്റ് ആയിട്ടാ നമ്മളോട് കാര്യങ്ങളൊക്കെ ആക്കും, ഫുൾ ചിരിച്ചിട്ട്. അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉള്ളിൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫില് നമ്മളുടെ മൂഡ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഓരോ ആൾക്കാരുള്ള പോലെ. അതെ, ഇവരിങ്ങനെ ഹായ് ഹൗ ആർ യു, ഹൗ മേ ഐ ഹെൽപ്പ് യു ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഒരു കോൺവെർസേഷൻ ആയിരിക്കും ആദ്യം ഉണ്ടാവുക. അപ്പൊ നമ്മളിങ്ങനെ യാ ഐം ഡൂയിങ് ഗുഡ്, പിന്നെ നമ്മൾ ഓരോട് ചോദിക്കും, അപ്പൊ ഓരും യാ ഐം ഡൂയിങ് വെരി വെൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കും. പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിഞ്ഞ് ബില്ലൊക്കെ അടച്ചതിന് ശേഷം ഒന്നെങ്കിൽ നമ്മൾ അവർക്ക് താങ്ക് യു, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ ഓ യു വെൽക്കം, യു ടു ഹാവ് എ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വീറ്റ് ആൾക്കാർ. വൻ കനേഡിയൻ ആക്സന്റ് ആണ്, ഭയങ്കര സ്വീറ്റ് ആണ് ആൾക്കാര്. പക്ഷെ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഇതാണ്, നമുക്ക് അവരോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, ആരാ അറിയില്ല. വൈ വി ഷുഡ് ബി സ്വീറ്റ് ടു ദം, എന്താണ് അതിന്റെ ഒരു ആവശ്യം? സാധനം വാങ്ങാൻ വന്നവന് സാധനം വാങ്ങി പോവാ, അധികം സംസാരിക്കാനോ നിക്കണ്ടെന്നുള്ള. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ആലോചിക്കുക, നാട്ടിലൊരു ബസ്സില് നമ്മള് കേറിയിട്ട് ഇറങ്ങാൻ നേരം തിരിഞ്ഞിട്ട്
ആൾക്കാർ പോടാ നാട്ടിൽ ഇറങ്ങണേന് ഭയങ്കര സാഹസം. കാരണം ഇവര് മെല്ലെ ഇങ്ങനെ നിർത്തിയൊന്ന് ഡോറൊക്കെ ചാടിക്കൊക്കെയാണ് നമ്മള് ഇറങ്ങുക. അതിന്റെ ഇടയില് മുന്നോട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത് എന്താ വെച്ചാല്, നമ്മളെ നാട്ടില് ഒരാള് ഇപ്പൊ ഒരു അരക്ക് കീബോർഡൊക്കെ അങ്ങ് പാരലൈസ് ആയി, അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഒരു മറ്റേ എന്ത് ചിരിച്ചേ, ഞാൻ പറയാം ഞാൻ എന്താ ചിരിച്ചത്. ഓക്കെ, അതായത് വേസ്റ്റ് താഴേക്ക് പാരലൈസ്ഡ് ഒക്കെ ആയി, അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ട് ഒരാളൊക്കെ ആണെങ്കിൽ ഒരു 90% സിനാരിയോയിലും അവരുടെ ഒരു ജീവിതം ബെഡ് റിഡൻ ഫുള്ള് വീട്ടിലുള്ളവരോരോ നോക്കി കാര്യങ്ങളൊക്കെ ആക്കി അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് ഒന്ന് അതിന് ഇവര് മേടിക്കണാണോ അതോ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്താണോ അറിയില്ല, പക്ഷെ ഇവർക്കൊരു വണ്ടി പോലത്തെ ഒരു സംഭവം ഉണ്ട്, ഇവര് അതായിട്ടാണ് ഇവരെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മെഷീൻ ഓപ്പറേറ്റഡ് പോലെ ഇങ്ങനെ ബട്ടൺ നെക്കിയാലും മുന്നോട്ട് പോകും കാര്യങ്ങൾ. ഞാൻ ചിരിക്കാൻ കാരണം എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ അടുത്തൊരു ടിം ഹോട്ടൽസ് ഒരു കോഫി ഷോപ്പ് ടിം ഹോട്ടൽസിന്റെ മുന്നിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതേപോലെ ഒരാൾ ഇതേപോലത്തെ സ്ട്രോളറിൽ ഇങ്ങനെ വന്നേ. അപ്പൊ സെമീർ ചിരിച്ചിട്ട് പറയാടെ എന്താ പറഞ്ഞത്, എക്സാക്ട് വേർഡ്സ് എനിക്ക് ഓർമ്മയില്ല. ശിവൻ പറയാ കിളവനല്ല വയസ്സൊരു കളിക്കാൻ കണ്ടൊരു സമയം അങ്ങനെ എന്തോ പറഞ്ഞേ. അതല്ല, എനിക്ക് ഓർമ്മയുണ്ട്. സംഭവം എന്താ വെച്ചാല്, ഇത് ഒന്നാമത് ഇങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് വരും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്തോ ഒരു നേരം പോക്കിനുള്ള റൈഡാണ് എന്നൊക്കെ. ലുലു മോളില് കാണൂല്ലേ കുട്ടികൾക്ക് പോവാ, അങ്ങനെ കോയിൻ ഇട്ട് കൊടുത്താ പോകുന്നത്. സെമീറിന് വെച്ചാൽ ഇങ്ങനെ കളിക്കാണ് ഇയാള് നിന്ന്. ഞാൻ എന്നിട്ട് സെമീർ നോക്കിട്ട് എടാ ഇയാള് തലക്ക് കീപ്പട്ടല്ല അരക്ക് കീപ്പട്ട് ആയ ഒരാളാണ്. അപ്പൊ സെമീർ ആണോ, സെമീർ ഞാൻ വിചാരിച്ചു ഇയാള് കളിക്കാണ്. ഞാൻ വിചാരിച്ചു മൂപ്പർ ചുമ്മാ അങ്ങനെ ഓട്ടി കളിക്കാന്നുള്ള. അതൊന്ന്. പിന്നെ പറഞ്ഞാല് ഇപ്പം ഇവർക്ക് ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും ട്രാൻസ്പോർട്ടേഷനൊക്കെ ആയിട്ട് പോകണ്ടെങ്കിലും ഇപ്പം ബസ്സൊക്കെ നിർത്തിയാല് ഇങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ബസ്സിന്ന് ഒരു സാധനം ഇങ്ങനെ വരും. അതായത് ബസ്സിലേക്ക് കയറണമെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലെയല്ലേ, നമ്മൾ കയറാൻ കഴിയില്ലല്ലോ, ഇവര് വണ്ടിയിലല്ലേ, ഇവർക്ക് പാരലൈസ്ഡ് അല്ലേ. അപ്പൊ ഒരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സാധനം, ഒരു സ്ലോപ്പ് പോലത്തെ സാധനം വരും, എന്നിട്ട് അതിലൂടെ ഇവരിങ്ങനെ കയറി പോകും. അപ്പം അതായത് ലൈഫ് ഈസ് നോട്ട് എൻഡ്, ഐ മീൻ ദിസ് ഈസ് നോട്ട് ദ എൻഡ് എന്നുള്ള പോലെയാണ് ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തത്. പിന്നെ എവിടെ പാർക്കിംഗ് എന്ത് പോയാലും പാരലൈസ്ഡ് ആയിട്ടുള്ളവർക്ക് സെപ്പറേറ്റ് പാർക്കിംഗ്, അതേപോലെ പ്രഗ്നന്റ് ലേഡീസ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പ്രഗ്നന്റ് ലേഡീസ് യാത്ര ചെയ്യണ കാറിന് സ്പെഷ്യൽ പാർക്കിംഗ് സ്പോട്ട്സ് ഉണ്ട്. അങ്ങനെ അതായത് മൈന്യൂട്ട് സ്ഥലത്ത് വരെ ഇവര് കറക്റ്റ് നോക്കിയിട്ട് ഹൗ ടു മേക്ക് പീപ്പിൾസ് ലൈഫ് ഈസി, ആ രീതിയിൽ അങ്ങ് ഇവര് ബിൽഡ് ചെയ്ത് പിന്നെ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ, ഒന്ന് കാനഡ നമ്മളെ നാടിനേക്കാൾ എത്രയോ ഡെവലപ്ഡ് കൺട്രിയാണ്, അതാണ് മെയിൻ ഡിഫറൻസ്. രണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോപ്പുലേഷൻ അത്രക്ക് കുറവാണ്. നമ്മുടെ നാട്ടില് 1.3 ബില്യൺ പീപ്പിൾ ഉണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെയുള്ളത്. കാനഡ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്, പക്ഷെ കേരളത്തിന്റെ അത്ര പോപ്പുലേഷൻ പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ ഇനി ആരും പറയട്ടെ, മറ്റേ ഇന്ത്യന്റെ അതേപോലെ തന്നെ സൈസുള്ള, ഏകദേശം സൈസുള്ള, മേ ബി കൂടുതൽ അല്ലെങ്കിൽ കുറവ് ചൈന ഉള്ള രാജ്യമാണ് ചൈന. പോപ്പുലേഷന്റെ കാര്യത്തിലാണെങ്കിലും ചൈന ഒട്ടും പിന്നോട്ടല്ല. അപ്പം എന്റെ അങ്കിള് ആളുടെ വീടിന്റെ ഫർണിച്ചറിന്റെ ഒക്കെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ചൈനയിൽ പോയിരുന്നു. അപ്പൊ ഞാന് മൂപ്പര് വന്നപ്പോ, അങ്കിള് റിച്ച് ആണല്ലേ, അങ്കിള് ലേശം റിച്ചാ. അപ്പൊ ചൈനയിലൊക്കെ പോയാ ഫർണിച്ചർ എടുക്കുക. അപ്പൊ ഞാന് മൂപ്പര് വന്നപ്പോ മൂപ്പരോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ചൈനക്ക് ചോദിച്ചു. അപ്പൊ മൂപ്പര് പറയാ അവിടെ ആൾക്കാർക്ക് ലൈഫ് അങ്ങ് ഈസി ആക്കി കൊടുത്തുക വിത്ത് ടെക്നോളജി. അതായത് ഓരോ കാര്യങ്ങളും മുക്കിനും മൂലക്കുള്ള സംഭവങ്ങൾ പോലെ പോലും ഇവർ ടെക്നോളജിയും കാര്യം ഉപയോഗിച്ചാണ്ട് ലൈഫ് അങ്ങോട്ട് ഈസി ആക്കുക. അപ്പം ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പോപ്പുലേഷൻ ഓർ ദ സൈസ് ഓർ ദ റിസോഴ്സസ്. ഒക്കെ ഇന്ത്യക്കും ഉണ്ട്, പക്ഷെ റൈറ്റ്ഫുൾ ആൾക്കാർ ലൈക്ക് പൊളിറ്റിക്സും കാര്യങ്ങളും മറ്റേ ബ്രൈബിങ്ങും കറപ്ഷൻസും ഒക്കെ കൂടി ഇങ്ങ് വരുമ്പോ ഇതങ്ങ് സെറ്റായി വരുന്നില്ല. പക്ഷെ സംഭവം എന്താ വെച്ചാൽ ചൈന ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ്. ചൈന നമ്മുടെ നാട്ടില് ഇതൊന്നും ഇല്ലെങ്കിലും ഫ്രീഡം ഉണ്ട്. നമ്മളെ നാട്ടിൽ എവിടെ ഫ്രീഡം? നമ്മളെ നാട്ടിൽ എന്താ ഫ്രീഡം ഇല്ലായി? നമ്മളെ നാട്ടിൽ ഇപ്പൊ പണ്ടത്തെ മാതിരിയേ അല്ല. ലൈക്ക് ഫോർ സേക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷെ ഒരു ലിബറേറ്റഡ് ഫ്രീഡം എന്ന് അതിന് പറയാം. അതായത് നമുക്ക് അനുവദിച്ച ഇതില്, അതായത് ഫോർ സപ്പോസ് ഈ ഇപ്പൊ ഒരു പൊട്ടക്കിണറിലാണ് ജീവിച്ചതെന്നുള്ള ഉണ്ടെങ്കിൽ
അന്നൊരു കിണറ്റിക്ക് ഇട്ടിട്ട് അങ്ങ് കുറച്ചും കൂടി സ്ഥലം വ്യാപിച്ച് തന്നാണ്. ആ രീതിയിലാണ് നമ്മുടെ നാട്ടിലിപ്പോ നടന്നുകൊണ്ട് നിൽക്കണം പല കാര്യങ്ങളും. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോ കേരളത്തായോണ്ടായിരിക്കും നമുക്ക് ഒന്നും കൂടി അത് മനസ്സിലാവും. എന്താ നമ്മള് ഷാറുഖ് ഖാന്റെ ജവാൻ മൂവി ഇപ്പൊ എടുത്ത് കാണുന്നു. അപ്പൊ അതിലിങ്ങനെ മറ്റേ ഹോസ്പിറ്റൽസിന്റെ സംവിധാനങ്ങള്, കറപ്ഷൻസ്, കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ പിന്നെ ഫാർമേഴ്സിന്റെ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതില് ആ മൂവിയിൽ പറയുന്നുണ്ട്. മെർസിഡീസ് ബെൻസ് മേടിക്കാൻ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് എത്ര 8% ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷെ ഒരു ഫാർമർ ട്രാക്ടർ മേടിക്കാൻ നോക്കുമ്പോ 13% കൂടുതലാണ്. അപ്പൊ അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഇത്രത്തോളം ബുദ്ധിമുട്ട് നമ്മളെ കേരളത്തിന് ഇല്ലാന്നാണ്. അപ്പൊ എന്റെ കസിൻ അഞ്ചല് വന്നിട്ട് പറഞ്ഞേ നമ്മൾ മലയാളികള് കേരളത്തെ വെച്ച് എപ്പോഴും കമ്പയർ ചെയ്യാ വേറെ രാജ്യങ്ങൾ വെച്ചാണ്. ജിദ്ദ, ദുബായ്, സൗദി അല്ലെ, ദുബായ്, UAE, വേറെ രാജ്യത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ കേരളം പോരാന്ന് പറയാം. പക്ഷെ ഇന്ത്യയിലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവരുടെ സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുന്നത് കേരളമായിട്ടാണ്. അത് ഭയങ്കര ട്രൂ ആ. കാരണം എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പഞ്ചാബീസ്. അപ്പൊ ഇവരോട് കാനഡ വന്നപ്പോ ഫുൾ ഫ്രണ്ട്സ് പഞ്ചാബീസാണ്. അപ്പൊ എന്റെ ക്ലാസ്സിലുള്ള കുറച്ച് ഞാൻ പരിചയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സാണ് പഞ്ചാബീസ്. അപ്പം ഇവര് എന്നോട് ഇങ്ങനെ, ഞാൻ ആദ്യം കേരളത്തിൽ നിന്നാണെന്നൊക്കെ പറയുമ്പോൾ ഇവര് ഫുള്ള് അവിടെ ഭയങ്കര എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡ് അല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിലുള്ള ലിറ്ററസി റേറ്റ് ഭയങ്കര കൂടുതലാണ് കേട്ടിട്ടുണ്ട്. അതേപോലെ നിങ്ങളെ ഇംഗ്ലീഷ് ആക്സെന്റ് മല്ലൂസിന്റെ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. ലൈക്ക് അവരെന്താ ചെയ്യുന്നത്, അവരുടെ ഇട്ടാവട്ടം വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവരങ്ങനെയൊക്കെ പറയും. എന്നിട്ട് അവർ പറയാ ഞങ്ങളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് കേരളത്തിന്റെ എക്സാമ്പിളൊക്കെ ഇങ്ങനെ പറയലുണ്ട്. ലിറ്ററസി റേറ്റ് ആയാലും കാര്യങ്ങളായാലും ഗേൾസ് സ്കൂൾസൊക്കെ പോകുന്നത്, ഈവൻ ബോയ്സ് ആണെങ്കിൽ അവർ പറയാം പഞ്ചാബിലൊക്കെ മോസ്റ്റ്ലി അവിടെ ഇന്ത്യയിലൊരു 75-80% അഗ്രികൾച്ചർ പഞ്ചാബാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ അവിടുത്തെ ഒരു ബോയ്സിൻ്റെ ഒക്കെ ഒരു കൾച്ചർ എങ്ങനെയാ വെച്ചാൽ ഒരു 10th അല്ലെങ്കിൽ ഒരു 12th ഒക്കെ കഴിഞ്ഞാൽ ഇവര് വരെ ഡാഡിന്റെ കൂടെ ഫാമിങ്ങൊക്കെയാണ് ഇറങ്ങുക. അപ്പം ഭയങ്കര ഡിഫറൻസ്. ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് വന്നപ്പോ പഞ്ചാബാണല്ലോ മെയിൻ ആയിട്ട് ഇറങ്ങിയത്. അതെ, അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇപ്പൊ എന്തിലാ പറഞ്ഞു തുടങ്ങിയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ വരെ എത്തിച്ചു ഞാൻ. അതെ, അപ്പൊ കേരളത്തിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് വേറെ രാജ്യത്തിലെ ബെസ്റ്റ് സിറ്റീസും ആയിട്ടാണ്. പക്ഷെ ഇന്ത്യയിലെ ബാക്കി എല്ലാവരും അവരുടെ സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുന്നത് കേരളമായിട്ടാണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ്, റൂറൽ ഇതായിട്ടുള്ള സ്റ്റേറ്റ്സ്. ഇപ്പം കർണാടക അല്ലെ ആന്ധ്രാപ്രദേശ് അവരൊന്നും ചിലപ്പം കേരളം ചെയ്തൊന്നും വരില്ല. പക്ഷെ ബാക്കിയുള്ള റൂറൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്സ് ഒക്കെ നമ്മളിപ്പോ അടുത്ത് ഹാലോവീൻ സെലിബ്രേറ്റ് ചെയ്തു. ഇപ്പൊ അടുത്ത് കുറച്ച് ആയി. എന്റെ അഭിപ്രായത്തില് നമ്മള് വല്ലാതെ ബ്ലോ അപ്പ് ആവാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഈ ഹാലോവീൻ ഇതൊക്കെ സമയത്ത് നമ്മൾ എപ്പിസോഡ് ഹാലോവീന്റെ അപ്പൊ കുറെ ആൾക്കാർ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവും ഹാലോവീന്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മള് ഹാലോവീനെ കുറിച്ച് സംസാരിക്കുന്നത്. ഏതായാലും സെമീറിന്റെ ഫസ്റ്റ് ഹാലോവീൻ ആയിരുന്നു ഇൻ കാനഡ അല്ല എവർ അല്ലേ? അപ്പൊ ഞാൻ എന്റെ ഹാലോവീന് ഘോരം കുറെ സംസാരിച്ചതാണ് പല എപ്പിസോഡ്സിലും. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഒക്കെ കൊടുക്കാം ഏത് എപ്പിസോഡ്സിലാണ് ഞാൻ എന്റെ ഹാലോവീൻ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിച്ചത്. പക്ഷെ സെമീറിന്റെ ഹാലോവീൻ എക്സ്പീരിയൻസ് സെമീർ തന്നെ പറയട്ടെ. ടേക്ക് ഇറ്റ് അവേ. ഹാലോവീൻ ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒന്നാമത് എന്താ വെച്ചാൽ നമ്മള് താമസിക്കുന്ന ഈ ഏരിയയില് ഒരു കോളേജും 2 യൂണിവേഴ്സിറ്റീസും പിന്നെ വേറെ ഏതൊക്കെ കോളേജുകളൊക്കെ ഉണ്ട്. അപ്പം ഫുള്ള് സ്റ്റുഡൻസ് ആയിട്ടാണ് പാക്ഡ് ആണ് ഈ ഒരു സ്ഥലം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇവന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇവര് സ്റ്റുഡൻസ് ലൈഫ് കോളേജ് ലൈഫ് അല്ലേ, ഫുള്ള് വൈബ് ആയിരിക്കും പുറത്തൊക്കെ. അപ്പൊ ഹാലോവീന് ഞങ്ങളിതാ ഈ ഒരു മാസ്കും പറഞ്ഞാ പോരെ, ഈ ഒരു മാസ്കും പിന്നെ വേറൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരുന്നു പോയത്. കാരണം ഫേസ് പെയിന്റോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല.
ഞങ്ങള് സെമീറും ഞാനും പിന്നെ ഞങ്ങളൊരു ഫ്രണ്ടിന്റെയും കൂടെയാണ് ഞങ്ങള് ഹാലോവീൻ ആഘോഷിക്കാൻ പോയത്. അപ്പോൾ സെമീർ എന്നോട് പറഞ്ഞ് ഇവൾക്ക് 1 മണിക്കൂർ വേണം മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാന്, അപ്പൊ നീ അത് കണക്കാക്കി വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ അങ്ങനെ കണക്കാക്കി വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പം എന്താ അങ്ങനെ ഞാൻ അത് കണക്കാക്കി എത്തിയപ്പോഴും മേക്കപ്പ് ഇങ്ങനെ അത് ആരംഭ സ്റ്റേജിലാണ്, സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. ഞങ്ങള് ഇതേപോലെ ലിറ്ററലി മറ്റേ റീൽസിലൊക്കെ ഹസ്ബൻഡ്സിന്റെ ഒക്കെ ഇങ്ങനെ കാണൂലേ, ഹസ്ബൻഡ്സ് റെഡിയായി ഇങ്ങനെ നിൽക്കും വൈഫ്, അതേപോലെ ഞങ്ങൾ രണ്ടാളും ഫുള്ള് റെഡിയാണ്, ഒന്ന് ഇറങ്ങി പോയാ മതി. പക്ഷെ ഇവളെ റെഡി ആവലൊക്കെ കഴിയണില്ല. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യാ. അങ്ങനെ ലാസ്റ്റ് ഇവള് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇവള് ഫേസ് പെയിന്റ് ഒക്കെ ഇട്ട് ജസ്റ്റ് ഒരു ക്യൂട്ടായിട്ട് ഇങ്ങനെ ഡെവില് പോലൊക്കെ ഇങ്ങനെ ഒരു കൊമ്പൊക്കെ പുരികത്തിന്റെ മുകളിലൊക്കെ വരച്ച് ഇങ്ങനെ വന്നു മിനിമലായിട്ട്. അപ്പൊ അത് കണ്ടപ്പോ സെമീറിനൊരു മോഹം, അതെ സെമീറിനും ഫേസ് പെയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെമീർ ഫേസ് പെയിന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഫ്രണ്ട് ഗ്രേസ് ഇങ്ങനെ വരച്ചു കൊടുത്തു. പക്ഷെ അത് തീരെ നന്നായില്ല. അതായത് എനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് ഓളെ മുഖത്തൊക്കെ പറയാനും വയ്യ. അപ്പൊ പിന്നെ ഞാന് നൈസിൽ ഇങ്ങനെ കൊള്ളാം സെമീർ അത് നന്നായില്ല. അപ്പൊ പിന്നെ സെമീർ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നോക്കിയപ്പോ ഞാൻ പണ്ട് കുറെ ചിത്രമൊക്കെ വരച്ചതാ. അതെ, ഹൗ ഡിഫിക്കൽട്ട് ക്യാൻ ദിസ് ബീ. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ പണ്ട് മറ്റേ റൊണാൾഡോനെ വരച്ചത് മറ്റേ കോമിക്കായിട്ട് പേപ്പറില് ഒരു കിടിലൻ മാസ്റ്റർ പീസ്. അപ്പൊ ഞാൻ പണ്ട് കുറെ ചിത്രം വരച്ച 2 കൊമ്പ് വരക്കാനാണ് ഉത്തരപ്പണി. ഞാൻ ഇങ്ങനെ ഗ്രേസിനോട് ബ്രഷ് താന്ന് പറഞ്ഞു. എന്നിട്ട് ഞാന് സെമീറിന്റെ മുഖത്ത് വരക്കാൻ വേണ്ടി ആ ബ്രഷ് കുത്തി ഇങ്ങനെ ആക്കിയപ്പോ ബ്രഷ് ഇങ്ങനെ അങ്ങ് വളഞ്ഞു. അതായത് ബ്രഷിന്റെ മറ്റേ ബ്രിസിൽസ് ഇല്ല, ഞാൻ പെന്നും പേപ്പർ കൊണ്ടല്ലേ എത്ര കാലം വരച്ചത്, അതേപോലെ സ്കെച്ച് പെന്നോണ്ടും വരച്ചത്. പക്ഷെ ഈ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റിഫ് അല്ലല്ലോ നീ പറഞ്ഞ പോലെ. ഞാൻ ഇവന്റെ മുഖം തൊട്ട് ഇങ്ങനെ ആക്കിയപ്പോ ബ്രഷ് ഇങ്ങനെ അങ്ങ് വളഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ അല്ലത് കുറച്ച് പണിയുള്ളത്, ഞാൻ വിചാരിച്ച പോലെ അല്ല. ഞാൻ എന്നിട്ട് ഗിവ് അപ്പ് ചെയ്തു. പിന്നെ സെമീർ, നിങ്ങൾ 2 ആൾക്കാർക്കും അവെഞ്ചേഴ്സിലെ താനോസ് പറഞ്ഞ പോലെ ഫൈൻ ഐ ഡു ദിസ് മൈ സെൽഫ് എന്നുള്ള പോലെ സെമീർ കണ്ണാടിയിലൊക്കെ നോക്കി ഫേസ് പെയിന്റ് ഒക്കെ ഇങ്ങനെ വരച്ച് 1 ഫ്ലോപ്പ് ചെയ്യുന്നു. പിന്നെ അവസാനം ഞങ്ങൾ വിചാരിച്ച് മാസ്ക് ഇട്ട് അങ്ങ് പോകും. അങ്ങനെ സെമീറും അങ്ങനെ ഏറ്റവും കോമഡി എന്താ പറയാ, ഈ ഗ്രേസ് ഫുള്ള് ഒരുങ്ങി കഴിഞ്ഞ് കൊമ്പൊക്കെ വരച്ച് കഴിഞ്ഞ് ഗ്രേസ് കണ്ണാടി നോക്കിയിട്ട് എന്റെ ഈ ഇയർ റിങ്സ് പോരാ, അത് എന്തോ മാച്ച് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞേ. അപ്പൊ ഞാൻ നോക്കി ഓക്കെ മാച്ച് ആവുന്ന എനിക്കറിയില്ല. എന്നിട്ട് ഇവളെന്താക്കി എങ്ങോട്ടോ പോയി എന്തോ ബാഗിൽ നിന്ന് എന്തൊക്കെ സാധനമൊക്കെ എടുത്ത് ഇയർ റിങ്സ് ഒക്കെ മാറ്റിയിട്ട് ഞങ്ങളെ നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ സെമീർ ഇങ്ങനെ കണ്ണിങ്ങനെ ഞങ്ങളൊക്കെ സമ്മതിച്ചത് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങണം. നമ്മൾ പറഞ്ഞു അടിപൊളി വാ പോവാൻ തന്നെ. എന്നിട്ട് ഇവള് പോവാൻ തുടങ്ങി. ഞാൻ സെമീറിനോട് ചോദിച്ചു എന്തൊരു വ്യത്യാസം. ലിറ്ററലി ഒരു വ്യത്യാസം തോന്നിയില്ല, അതൊരു കാര്യം. പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോ ഇവള് ആദ്യമായിട്ടാ പോലും റെഡ് ലിപ്സ്റ്റിക് ഇടുന്നത്. യൂഷ്വലി പിങ്കോ വേറെ ഏതോ കളറൊക്കെ ഇടല്, റെഡ് ലിപ്സ്റ്റിക് ഇവള് ആദ്യമായിട്ടാ ഇടുന്നത്. അതാണെ കുറച്ച് അധികം ഇട്ട് എന്നിട്ട് നമ്മൾ ഇറങ്ങാൻ നേരം ഇവളിങ്ങനെ കണ്ണാടി ഒക്കെയാണ്ട് ഇത് കുറച്ച് അധികമായി, എനിക്ക് കോൺഫിഡൻസ് എൻ്റെ നഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞിട്ട് പിന്നെ അത് നന്നാക്കാൻ കുറച്ച് സമയം ടിഷ്യൂ ഒക്കെ എടുത്ത് ലിപ് പ്രിന്റ് ഒക്കെ ചെയ്ത് അത് ഫെയ്ഡാക്കി. അപ്പൊ ഞാനും സെമീർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും എന്ത് ഡിഫറെന്റ് അല്ലേ. കാരണം ഈ കാര്യങ്ങളൊന്നും വി ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട്, നമ്മള് ആലോചിച്ചിട്ട് തന്നെയല്ല ഇങ്ങനത്തെ. അതേപോലെ തന്നെ എന്നാള് ജയാനോട് സംസാരിക്കുമ്പോഴേനും നമ്മൾ എന്തോ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ ഇങ്ങനെ പറഞ്ഞ് ലൈക്ക് ഇപ്പൊ പെൺകുട്ടികൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ട്രിപ്പോ അല്ല എന്ത് പ്ലാൻ ചെയ്യുകയാണെങ്കിലും ഓരോ പീരിയഡ്സിന്റെ ഡേറ്റും അവർ കൺസിഡർ ചെയ്തിട്ടാണ് ഇതാക്കുക. അപ്പോൾ ഒരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഓരോരോ ഡേറ്റ് നോക്കിയിട്ട് ഈ ഡേറ്റ് ആയി വരും, പിന്നെ ആ ട്രിപ്പൊക്കെ ഇടങ്ങേറാവും നമുക്ക് അങ്ങനെ ആക്കുക. അല്ലെങ്കിൽ വേറെ എന്തൊരു ഇതാണെങ്കിലും ഇറ്റ് സറൗണ്ട്സ് ഇൻ സം ഓർ ദി അതർ വേ അറൗണ്ട് ദെയർ ഡേറ്റ്സ്. അപ്പം ജയാൻ പറയാ നമ്മൾ ലൈഫിൽ അങ്ങനത്തെ ഒരു സംഭവം ആലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴാണ് എനിക്ക് ഹിറ്റ് ചെയ്തേ. എസ്പെഷ്യലി എനിക്കും സെമീറാണെങ്കിൽ സിസ്റ്റേഴ്സും ഇല്ല. അതെ, സിസ്റ്റേഴ്സ് ഉള്ള ആൾക്കാർക്ക് പിന്നെ ഇതൊക്കെ കൊറേയൊക്കെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തേലും ഒരു രീതിയിൽ അവര് കണക്ഷൻസ് ഉണ്ടാവും. ഇത് നമ്മളിത് ആലോചിച്ചിട്ട് ശരിയാണ്. നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോ
രണ്ടു കൂട്ടം ഡ്രസ് എടുക്കുക, ഇറങ്ങുക, കിടക്കുക, എവിടെയെങ്കിലൊക്കെ കിടക്കുക, ഫുഡ് അവിടെ തോട്ട്സ് പോവാ. പക്ഷെ അപ്പോഴാണ് സംഭവം സമ്മതിക്കണം കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനെ ജീവിക്കാൻ. അങ്ങനെ ഗ്രേസ് പോകുന്ന മുന്നേ ഫുഡൊക്കെ സെമീർ എന്തോ ഉണ്ടാക്കിയിരുന്നു. നൂഡിൽസ് ആയിരിക്കും മിക്കവാറും, നൂഡിൽസോ ബർഗർ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അങ്ങനെ സെമീർ അങ്ങനെ ഗ്രേസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പൊ സെമീർ ഗ്രേസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പ്ലേറ്റ് എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയി. അപ്പൊ ആ സെമീറിനോട് പറഞ്ഞു, നമ്മൾ അടുക്കളയിൽ പോകുന്നു പ്ലേറ്റ് എടുത്ത്. അപ്പൊ സെമീർ നോക്കിട്ട് അതിനെന്താ നല്ലതല്ലേ? അല്ല അത് ശരിയല്ലേ. ഞാൻ വിചാരിച്ചു ഇവന് ഗ്രേസ് ഞാൻ കഴുകിക്കോളാന്നൊക്കെ പറഞ്ഞ മാറ്റി. അങ്ങനല്ല, ഞാനിത് ഉണ്ടാക്കുമ്പോഴേ എന്റെ മൈൻഡിലുണ്ട് ഇത് ഒന്നെങ്കിൽ സയാനല്ലേ ഗ്രേസ് അത് തിന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിയ ഫ്രൈങ് പാൻ വരെ കഴുകി വെക്കാന്നുള്ള. കാരണം ഞാൻ മൈൻഡിൽ എപ്പോഴും അങ്ങനെ കാണുള്ളൂ. ഇപ്പം ഒരാള് ഡിഷ് വാഷ് ചെയ്യാൻ ഡിഷസ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി കൂടി കൊടുക്കുക എന്നുള്ളൊരു മൈൻഡില്. അപ്പൊ ഇവള് കഴുകാൻ പോയപ്പോ കഴുകുന്നത് ഭയങ്കര ഗസ്റ്റ് ആയിട്ടൊക്കെ കഴുകാൻ വിടില്ലേ ഭയങ്കര ജെന്റിൽമാനാണ്. ഞാൻ വലിയ ജെന്റിൽമാൻ ആയിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും ഞാൻ ഒരു അതിഥി ദേവോഭവ എന്നുള്ള പോലെ ഞാൻ കണ്ട. അപ്പൊ സെമീർ നോക്കിട്ട് അതിനെന്താ നല്ലതല്ലേ? ഞാൻ ശരിയെന്നാന്ന് പറഞ്ഞു. അത് ഏറ്റവും കോമഡി, ഞാൻ ദുബായി പോയില്ലായിരുന്നോ? ഞാൻ 11th അപ്പൊ ഞാൻ ദുബായി പോയ സമയത്ത് ഞാനും എന്റെ ഫ്രണ്ടും നമ്മളുടെ ഫ്രണ്ട് ഷഹീം, ഞങ്ങളുടെ സ്കൂളില് 5th അല്ല 9th വരെ. കാരണം ഓം നിഷ മാമിന്റെ ട്യൂഷൻസിലുണ്ടായിരുന്നു. അങ്ങനെ ഓന്റെ കൂടെ കുറച്ച് സിങ്ക് ആയിക്കോട്ടെ. ഓൻ പോകുന്ന ടൈമിൽ ഓന്റെ വീട്ടിലേക്ക് ഫെയർവെൽ ഒക്കെ വിളിച്ചിരുന്നു. ക്ലോസ് ഫ്രണ്ട്സിനെ. അപ്പൊ ഏതോട്ടെ ഞങ്ങളുടെ ഇവിടെ 9th വരെ പഠിച്ചിരുന്ന ഒരു ഷഹീം ഉണ്ടായിരുന്നു. ഇവൻ എന്നിട്ട് ദുബായിലേക്ക് മൂവ് ചെയ്ത് പോയി. സൗദിയിൽ നിന്ന് പോവാൻ കാരണം അവന്റെ ഡാഡിന് ദുബായിക്ക് വർക്ക് കിട്ടി, അങ്ങനെ റീലൊക്കേറ്റ് ചെയ്ത് പോയതാണ്. അങ്ങനെ അപ്പൊ 11th സെമീർ 11th ദുബായിലേക്ക് പോയി. എന്നിട്ട് സെമീർ ഷഹീമിന്റെ കൂടെ ഫുൾ ഹാങ് ഔട്ട് ഒക്കെ ചെയ്തു. അത് വേറെ തന്നെ സ്റ്റോറി, ഞങ്ങൾ പിന്നെ പറയാം. സെറ്റ് ചെയ്യാം. അതെ. എന്നിട്ട് പിന്നെ ആ വർഷം തന്നെ ഞാനും ദുബായി പോയി. അപ്പൊ ഞാൻ ഷഹീമിനെ വിളിച്ച്, ഞാൻ സെമീർ പറഞ്ഞ പോലെ ഞാനും ഷഹീമിനെ വിളിച്ച് ഷഹീമിന്റെ കൂടെ മീറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്കാരും ട്രാമിലോ മെട്രോയില് പോവാണ്. ദുബായ് മെട്രോയില് ഇങ്ങനെ പോവാം. അപ്പൊ ഭയങ്കര കൺവീനിയന്റ് അല്ലോ ദുബായിൽ ട്രാവൽ ചെയ്യാൻ, പറയാനുണ്ടോ? മെട്രോ, അതായത് നമ്മളത് കൺഫ്യൂസ്ഡ് ആവില്ല. ഈവൻ ഇപ്പൊ നമ്മളെ കയ്യിൽ ഫോണില്ലെങ്കിലും മെട്രോ സ്റ്റേഷനിൽ പോയി നമുക്ക് കറക്റ്റ് മനസ്സിലാവും എവിടെ ഇറങ്ങി കയറിയാലും ഇവിടെ എത്തുന്നുള്ള. ട്രാം, ബസ് ഭയങ്കര കൺവീനിയന്റ് ട്രാവലിംഗ് അവിടെ. അതെ, ചീപ്പും ആണ്. അതെ, വളരെ ചീപ്പാണ്. എസ്പെഷ്യലി ഇൻ എ പ്ലേസ് ലൈക്ക് ദുബായ്. അതെ, ദുബായ് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര എക്സ്പെൻസീവ് പ്ലേസ് ആണല്ലോ, പക്ഷെ ഭയങ്കര ചീപ്പാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അപ്പൊ ഞാനും ഷഹീം ഇങ്ങനെ പോവാ. അപ്പൊ ഞാൻ ട്രെയിനില് ഞാൻ ഷഹീം ലെഫ്റ്റ് റൈറ്റ് ഇരിക്കുക മെട്രോയില്. അപ്പൊ ഇങ്ങനെ അകത്തേക്ക് ഒരു പെണ്ണ് കയറി വന്നു, ഒരു ലേഡി. അപ്പൊ ഞാന് ഒരു ലേഡി വന്നു. അപ്പൊ ഞാൻ എണീറ്റ് കൊടുക്കണല്ലോ. ഞാൻ എണീറ്റ് ഇങ്ങനെ ആയപ്പോ ഷഹീം കൈ പിടിച്ചിട്ട് അപ്പൊ ഞാൻ എന്താടാ എണീക്കരുത് കൊറേ പോവാനുള്ളതാണ്. അപ്പൊ ഞാൻ ലേഡി അതൊന്നും ഇവിടെ നോക്കിയിട്ട് കാര്യമല്ല എന്നാണ്. അപ്പൊ ഞാൻ എന്നിട്ട് അപ്പൊ ഞാൻ പിന്നെ എണീക്കാന്ന് പിടിച്ച് തന്നെ ഇരുത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ ഓക്കെ നന്നായിരിക്കുക എന്നിട്ട് ഞാനിങ്ങനെ ലേഡീസൊക്കെ വന്ന് എണീറ്റ് കൊടുക്കണം എന്നൊക്കെ ഉള്ളവരെ. എന്നിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ലേഡീസ് കുറെ വരും കുറെ പോകും. അവർക്ക് എണീറ്റ് നിൽക്കാൻ നിന്ന ആണുങ്ങൾക്ക് പിന്നെ ഇരിക്കാൻ ഒരു ടൈം ഉണ്ടാകൂല. ശരിയാ, മേക്ക് സെൻസ്. പക്ഷെ എനിക്ക് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ അടുത്ത് ഇങ്ങനെ എവിടോ വായിച്ചതാ. അതായത് ഇപ്പം ഒരു കൈകുഞ്ഞായിട്ടുള്ളൊരു അമ്മ ട്രെയിനിൽ കയറി, ഈവൻ ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ബസ്സിലൊക്കെ കയറിയാല് ഈ നോക്കേണ്ടി എപ്പോഴും ആണുങ്ങളായിരിക്കും എഴുന്നേറ്റ് കൊടുക്കുക. ജനറൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ, റെയർ കേസ് സിനാരിയോസ് ഉണ്ടാവും. പക്ഷെ പെണ്ണുങ്ങൾ എണീച്ചു കൊടുക്കണേ ഞാൻ വളരെ റെയർ. ആണുങ്ങൾ എണീറ്റ് കൊടുക്കുമ്പോ പിന്നെ പെണ്ണുങ്ങൾക്ക് എണീറ്റ് കൊടുക്കേണ്ട അങ്ങനെയല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നാട്ടിലെ ബസ്സിൽ പെണ്ണുങ്ങൾ മുന്നിലൂടെ കയറാം അല്ലെ. മുന്നിലൂടെ കയറുമ്പോ ആദ്യം തന്നെ പെണ്ണുങ്ങളാണ് ഈ വ്യൂ കാണുന്നത്. ഈ ഒരു പെണ്ണ് കയറാണ്, കയ്യിൽ കുട്ടി ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈക്ക് ഷീ നീഡ്സ് ടു ബി സീറ്റഡ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനില്,
അപ്പൊ ഇപ്പൊ നിനക്ക് ഈ എണീച്ച് പെട്ടെന്ന് ആ പെണ്ണ് കേറിയപ്പോ എണീക്കാൻ കാരണം എന്താ ഈ കണ്ടു അതിന്റെ ഇൻസ്റ്റിങ്ക്റ്റിൽ വന്നു. പക്ഷെ ആ ഇൻസ്റ്റിങ്ക്റ്റില് ഇവർക്ക് വരാത്തോണ്ടാണ് ഇവരത് എണീച്ചു കൊടുക്കാത്തത്. ആൻഡ് അല്ല എനിക്കത് ലൈക്ക് ഞാൻ പലപ്പോഴും കണ്ട എന്റെ അഭിപ്രായത്തില് സ്ത്രീകള് ആണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ എഴുന്നേറ്റ് കൊടുക്കാത്തത്. ഇനി മറ്റേത് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഇല്ലേ ട്രെയിനില്, അതിലെ കൊറേ ആൾക്കാർ ഇങ്ങനെ പറയണേക്കാൻ ലൈക്ക് ഇപ്പൊ നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ്ട് ഒരു ലേഡി കേറിയാലും ഒരു ലേഡീസും ഇങ്ങനെ എണീച്ചു കൊടുക്കേ അല്ലെങ്കിൽ they wouldn't care. കാരണം some or the other reasons എന്തേലും ഉണ്ടാവും, പക്ഷെ they wouldn't care എന്നുള്ള രീതിയിൽ. അപ്പൊ അത് എനിക്കിങ്ങനെ കണ്ടത് വെച്ചിട്ടും വായിച്ചത് വെച്ചിട്ടൊക്കെ ഒരു 80% കുഡ് ബി ട്രൂ എന്നുള്ള രീതിയിൽ. ഞാന് ഒരു പ്രാവശ്യം എന്റെ ഉമ്മയും ഞാനും കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പം ട്രെയിനിലാ പോണേ. അപ്പൊ ഏതോ പീക്ക് ടൈമാന്നാണ്. അപ്പൊ ഏതോ ട്രെയിന് വന്നില്ലാന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആ ട്രെയിനിലെ ആൾക്കാരും കൂടി ഈ ട്രെയിനിലാണ് കേറുന്നത്. ഞങ്ങൾ നോക്കിയപ്പോ ജനപ്രളയം പോലെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ തിക്കി നിൽക്കുക. അപ്പോൾ എൻ്റെ ഉമ്മയുണ്ട് എൻ്റെ കൂടെ. ഉമ്മൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാനാണല്ലോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഉമ്മ പറഞ്ഞു ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മനെ ഞാൻ ലേഡീസ് കമ്പാർട്ട്മെന്റിലാക്കിയിട്ട് ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി. ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയപ്പോ ശ്വാസം വലിക്കാൻ പോലും സ്ഥലമല്ല. ആൾക്കാരുടെ ആംപിച്ചിന്റെ ഉള്ളിലാണ് എന്റെ മുഖം എന്നുള്ള പോലെയാണ് ഉള്ളത്. അതും ലാസ്റ്റ് കേറുമ്പോ നമ്മള് ബാത്റൂമിന്റെ അടുത്തായിരിക്കും. എന്റെ ഫോന് ജനറൽ കമ്പാർട്ട്മെന്റ് ഞാനിങ്ങനെ നിന്ന് ഞാൻ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഫോൺ എടുത്ത് ഉമ്മനെ വിളിച്ചു. ഉമ്മ അവിടെ ശരിക്കാണ് കേൾക്കണേ. അപ്പൊ ഉമ്മ പറഞ്ഞു ഞാൻ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ്, ഇവിടെ കുറേ സ്ഥലമുണ്ട്, ഇവിടെ ഒരു തിരക്കില്ല, ഞാൻ സുഖമായിട്ടായിരിക്കണം. അത് പറഞ്ഞപ്പോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഞാനിവിടെ ആൾക്കാരുടെ ഇടയിൽ ശ്വാസം മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ബാത്റൂമിന്റെ അടുത്തൊക്കെ ആയിട്ട്. പക്ഷെ ഉമ്മ സേഫ് ആയിട്ട് ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് സുഖമായിട്ട് ഇരിക്കാന്നാണ്. അപ്പൊ ഒരു സുഖം എനിക്ക് നമുക്കുള്ള ഇൻബിൽറ്റ് സംഭവമാണ്. അപ്പൊ ഞാൻ ആലോചിച്ച് ഇപ്പൊ ഈ ഇക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ലേഡീസിന് സ്പെഷ്യൽ ആയിട്ട് കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാകാൻ പാടുണ്ടാവില്ലല്ലോ. അപ്പൊ കാരണം എല്ലാവരും ഈക്വൽ അല്ലേ, എല്ലാവരും ഒരേപോലെ, എല്ലാവർക്കും ഒരാൾക്കും സ്പെഷ്യൽ അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ടായത് നല്ലതാ, ഞാൻ ഇങ്ങനെ തിക്കി തിരങ്ങിയൊക്കെ നിന്നോളാം, പ്രശ്നമല്ല. പക്ഷെ എന്റെ ഉമ്മ സേഫ് ആയിട്ട് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ലേഡീസ് കമ്പാർട്ട്മെന്റിനാണ് മറ്റേ പണ്ട് ഒരു ചെങ്ങായി ഉണ്ടായിരുന്നല്ലോടാ, ഭയങ്കര വിവാദമായിട്ടുള്ളൊരു റേപ്പ് കേസ് ഇല്ലായിരുന്നു. ഒരു കയ്യില്ല, ആൾക്ക് കയ്യില്ല. മറ്റേ ഡൽഹി കേസോ, ഡൽഹിയാണോ ഏതാ അറിയില്ല, ആൾക്ക് കയ്യില്ല, എന്തോ ഒരു ചിന്നസ്വാമി അങ്ങനെ എന്തോന്ന പേര്. ചെങ്ങായി കണ്ട് ജയിലിൽ പോയി വന്നിട്ട് തടിച്ചൊക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെ ചിരിച്ചു അല്ല ഞാൻ എടാ എനിക്ക് കോമഡിയാടാ. ജയിലിൽ പോകുമ്പോ അങ്ങനെ ശോഷിച്ചൊരു ചെങ്ങായിയോ, കയ്യൊന്നുമില്ല, അങ്ങനെ ഫുള്ള് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ജീവിത. ജയിലിനോട് വന്നപ്പോ കയ്യില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ എനിക്കുള്ളൂ. ഫുള്ളാണ്ട് സെറ്റ് ഗൾഫിക്കൊക്കെ പോയി വന്നാതിരി ആൾക്കാര്. എന്നിട്ട് അയാൾ ഇതേപോലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ആ പെണ്ണിനെ റേപ്പ് ചെയ്ത്. എന്തോ ആ പെണ്ണെന്തോ രാത്രി ട്രാവൽ ചെയ്യുമ്പോ ഒറ്റക്കോ അങ്ങനെ എന്തോ ശരിയാ, നമുക്ക് രാത്രി പോവാ ശരിയാട്ടോ. കാരണം ഞാൻ ഇന്ന് ഒരു ഫ്രണ്ടിനെ വിളിച്ചിരുന്നു. ഇന്നൊരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഇവളിങ്ങനെ ഇവര് ഡൽഹി പോയ എന്തൊക്കെയോ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവരൊരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി, പക്ഷെ അവിടെ എൻട്രൻസ് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ അവിടുന്ന് 2 ചെക്കന്മാരിങ്ങനെ പറഞ്ഞു, ഒരു പറഞ്ഞു വേറെ പാർട്ടിന് അവിടെ പോവാറുണ്ട്. പക്ഷെ അവിടെ ആ സ്ഥലം എത്തിയപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് വൈബ് അടിച്ച് ഇവർ ഗേൾസ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ലെറ്റ് സ്റ്റേ ടുഗെദർ എന്നുള്ള രീതിയിൽ. ഇവൾ ഇതിനോട് സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചത്, നമ്മൾ എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് തോന്നിയണോ ഈ സ്ഥലം അത്ര, അതായത് നമ്മൾ ഒറ്റക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തോന്നും, നമ്മൾ 2 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തോന്നുന്നില്ല. അങ്ങനെ ആലോചിച്ച സംഭവം ശരി. ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ടു ലിവ് ആസ് എ ഗേൾ ഇൻ എ വേ. അതേപോലെ ആരോ പറയുന്നു ഇങ്ങനെ നമ്മളെ ഹാലോവീൻ എന്നിട്ട് നീ കണ്ടിന്യൂ ഹാലോവീൻ അതെ. എന്നിട്ട് ഞങ്ങൾ ഹാലോവീൻ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഹാലോവീൻ ഇവന്റ്
ഹാലോവീൻ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതാവുമ്പോ സ്ട്രീറ്റ്സിൽ തന്നെ ഒരുപാട് പേര് പല ടൈപ്പ് കോസ്റ്റ്യൂമില്, രണ്ടാൾക്കാരുണ്ടായിരുന്നു മറ്റേ പീക്കി ബ്ലൈൻഡേഴ്സിന്റെ കോസ്റ്റ്യൂമില്, പിന്നെ ഒരാള് ജീസസിന്റെ ഒരു മുടിയുള്ള ഒരു ചെങ്ങായി, ആള് ജീസസിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടാണ്ട് ഉണ്ടായിരുന്നു. പിന്നെ പല ആൾക്കാർ പല കോസ്റ്റ്യൂമില്, പിന്നെ ചില പെൺകുട്ടികളൊക്കെ ലൈക്ക് ദേ ബെയർലി ഹാവ് എനി ക്ലോത്ത്സ് എന്നൊക്കെ പോലെ അങ്ങനത്തെ കുറച്ച് കോസ്റ്റ്യൂം, പിന്നെ ഭയങ്കര തേഴ്സ്റ്റ് ട്രാപ്പ് ഒക്കെ ആയിട്ടുള്ള കോസ്റ്റ്യൂം വേറെ, അങ്ങനെ പല ടൈപ്പ് കോസ്റ്റ്യൂംസ് സ്ഥിര ഐറ്റംസ് ആണ് എല്ലാ ഹാലോവീനും. ലൈക്ക് ഫുൾ വേറെ പല ആസ്പെക്ട്സ് ഉള്ള, ചിലവര് ആനിമെ അങ്ങനത്തത്, ചിലവര് നാറൂട്ടോ ഉണ്ടായിരുന്നു. അതെ, ചിലവര് ഫിലിം ക്യാരക്ടേഴ്സ്, അങ്ങനെ ചിലവരിങ്ങനെ ഓരോ പോലീസ്, പട്ടാളം, അങ്ങനത്തെ ഫയർ ഫൈറ്റേഴ്സ്, അങ്ങനത്തെ കുറെ ഇതൊക്കെ. എന്നിട്ട് നമ്മൾ ഇതേപോലെ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലബിൽ പോയി. അവിടെ ഫുൾ പാക്ഡ്, അതായത് ഫുൾ ആൾക്കാർ, ലിറ്ററലി ഒരു മുട്ടുസൂചി കുത്താനുള്ള സ്ഥലമില്ല എന്നൊക്കെ പറയണ പോലെ. എന്നിട്ട് നമ്മൾ ഈ മാസ്ക് ഇട്ടോണ്ടാണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഒന്നുണ്ട്, പിന്നെ ഭയങ്കര വെർത്തിറ്റായി തോന്നി. കാരണം ഫേസ് പെയിന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഉള്ളിൽ അങ്ങ് വൺ ബേസിക് ആയി പോയിണ്ടാവും. ഇത് മാസ്ക് ഒക്കെ ഇട്ടോണ്ട് ഇത് കുറച്ചൊരു ലെവലുണ്ട്, കുറച്ച് എഫേർട്ട് ഇട്ട കോസ്റ്റ്യൂമാന്നുള്ള പോലെ. അതെ, പിന്നെ അതിന്റെ ഉള്ളില് മറ്റേ ഡ്രേക്ക് ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്താണ്ട് ചെഗായിട്ടായിരുന്നു. ഡ്രേക്ക് അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കനേഡിയൻ റാപ്പറാണ്, ഭയങ്കര ഫേമസ് ആണ്. ഡ്രേക്കിന് ഒരു ഐക്കോണിക് ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു, ഒരു അടിപൊളി ഔട്ട്ഫിറ്റ്, ഹെയർ ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട്, അത് കണ്ണടൊക്കെ വെച്ചിട്ട് ഒരു പയ്യൻ എക്സാക്ട്ലി അതേപോലെ ഡ്രേക്കിന്റെ അതേ കോസ്റ്റ്യൂം, ശരിക്കും ഡ്രേക്ക് പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ട് man, this guy wins Halloween എന്നുള്ള പോലെ. പിന്നെ ആ ലൈക്ക് ക്ലബിൽ തന്നെ കോസ്റ്റ്യൂമിന്റെ ഇവന്റ് ഉണ്ട്, അതായത് അതില് ഒരു പെണ്ണുണ്ടായിരുന്നു മറ്റേ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിട്ട് ഒരു കിരീടൊക്കെ വെച്ച് ഇങ്ങനെ മറ്റേ സാധനമൊക്കെ ആയിട്ട്. പിന്നെ ഒരു പെണ്ണിന് പോയ്സൺ ഐവി, ബാറ്റ്മാനിലെ വില്ലത്തിയായ പോയ്സൺ ഐവി ആയിട്ട് ഒരു പെണ്ണുണ്ടായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ അവള് ജയിക്കണം എന്നായിരുന്നു. പിന്നെ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു, ആ ചെങ്ങായി ജസ്റ്റ് ഒരു മാൻ ബട്ട് ഡ്രസ്ഡ് ആസ് എ നൺ. അതെ, മെയിൽ നൺ. അപ്പം ഇവരിത് എങ്ങനെ വിന്നറിനെ ചൂസ് ചെയ്യണമെന്ന് വെച്ചാല്, ഇപ്പം ഒരു ടേബിള്, ഓക്കെ, ഈ ക്രൗഡിന്റെ നടുവിൽ ഈ ടേബിൾ മേൽ കോസ്റ്റ്യൂം ഇട്ട ആളെ കേറിക്കും. അതിൽ ആൾക്ക് കിട്ടുന്ന വോയിസ് അനുസരിച്ചിട്ടാണ് വിന്നറിനെ ചൂസ് ചെയ്യുന്നത്. അതായത് DJ ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. DJ നേരെ അങ്ങ് ഞാൻ ക്രൗഡിലേക്ക് അങ്ങ് വന്നിട്ട് ആൾക്കാരെ ഇങ്ങനെ മാറ്റിയിട്ട് ഒരു ടേബിൾ ഇങ്ങനെ ഇട്ടിട്ട് പറഞ്ഞ് ഈ നമ്മൾ ഹാലോവീൻ കോസ്റ്റ്യൂം കോൺടെസ്റ്റ് നടത്താൻ പോവാണ്, എല്ലാവരും ലൈനിൽ നിൽക്കുന്നതാണ്. എന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ടേബിളിലും കയറുമ്പോൾ ആൾക്കാർ ഒച്ചിടുന്ന ആർക്ക് ഏറ്റവും കൂടുതൽ സൗണ്ട് കിട്ടുന്ന അവരാണ് വിന്നർ. എന്നിട്ട് അവർക്ക് എന്തോ കൂപ്പണോ കാര്യങ്ങളോ അങ്ങനെ എന്തോണ്ട് പ്രൈസ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. പിന്നെ അതേമാതിരി ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു, ആള് മറ്റേ സൂയിസൈഡ് സ്ക്വാഡില് ജാരഡ് ലെറ്റോ അഭിനയിച്ച ജോക്കർ ആയിട്ടായിരുന്നു ഡ്രസ്സപ്പ് ചെയ്തത്. അപ്പൊ ആള് ഡ്രസ്സിങ് പക്ക, ഫുൾ മേക്കപ്പും കാര്യങ്ങളും കിടിലൻ ഡ്രസ്സിങ്. പക്ഷെ ആൾക്കൊരു കോൺഫിഡൻസ് ഇല്ല. അതായത് നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മളും അതിനനുസരിച്ച് എനാക്ട് ചെയ്ത് ഒരിതുണ്ടാവുള്ളൂ. പക്ഷെ ആൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല. ആള് ക്ലബിൽ പാട്ടിനൊക്കെ ഇതാക്കണം, പക്ഷെ തീരെ ആള് ഭയങ്കര എന്നെ ആരെയും നോക്കണ്ടോ അങ്ങനത്തെ ഒക്കെ ഒരു ഇത്. അതിൽ ഞാനിങ്ങനെ സയാനോട് മോനെ നോക്കണോ, തീരെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ മാറ്റിയാലോ, നമുക്കത് മാറ്റി കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഓനെ നോക്കിയിട്ട് അങ്ങ് ഡാൻസ് ഒക്കെ ചെയ്യും. ഇവൻ ലിറ്ററലി ഇവന്റെ പോക്കർ ഫേസ് അങ്ങനെ അങ്ങ് ചിരിച്ച്, പിന്നെ ചെങ്ങായി ഹൈപ്പറായി, ഫുൾ ഡാൻസിങ്ങും ആകെ ചെക്കനങ്ങ് ഹാപ്പി ഹൈപ്പർ. അങ്ങനെ ഇറ്റ് വാസ് ലൈക്ക് ദി ബെസ്റ്റ് ഹാലോവീൻ എക്സ്പീരിയൻസ്. വേറെ ഹാലോവീൻ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, പക്ഷെ സംഭവം അടിപൊളിയാണ്. അതെ, എന്റെ സെമീറിന്റെ കൂടെയുള്ള ഫസ്റ്റ് ഹാലോവീൻ എക്സ്പീരിയൻസ് ആയിരുന്നു. സെമീർ ഒരു ഉഗ്രൻ ഡാൻസറാണ്. ഞാനും സെമീറൊക്കെ ഒരുമിച്ചാണ് ഡാൻസിൽ പിച്ച് വെച്ച് തുടങ്ങിയത്. പക്ഷെ സെമീറൊക്കെ എന്നെ കടത്തി വെട്ടി. ഞാൻ ഫസ്റ്റ് ആയിട്ട് സ്റ്റേജ് മേല് ഡാൻസ് കളിക്കുന്നത് 4ാം ക്ലാസ്സില് ISJ മറ്റേ ഇത് ക്ലസ്റ്റേഴ്സ് ഹോസ്റ്റ് ചെയ്ത ടൈമില് നമുക്ക് ഓരോ ടീച്ചേഴ്സ് നമ്മളെ പിള്ളേരെ സെറ്റ് ആക്കിയിട്ട് ആ സ്റ്റോറിയിലേക്ക് കിടക്കണം. എനിക്ക് കാരണം എന്താ വെച്ചാൽ സ്കൂളില് പണ്ട് ഡാൻസുകൾ ഉണ്ടാകും, ഡാൻസ് ഇവന്റ്സ് ഉണ്ടാകും. ഞാൻ UKGയിലാണ് IIST എന്ന് പറഞ്ഞ സ്കൂളിലേക്ക് വന്നത്. അന്ന് മുതലേ ഞാൻ എല്ലാ ഡാൻസിനും ഉണ്ട്. എന്നെ ഉമ്മ ചേർക്കുന്നതാണ് ഡാൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് UKGയിൽ എൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു,
കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ആനുവൽ ഡേക്ക് മൈക്കിൾ ജാക്സന്റെ വി ആർ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡാൻസ് ആയിരുന്നു. അതുണ്ട്. പിന്നെ 1ാം ക്ലാസ്സിലെത്തിയപ്പം ഏതോ ഇവന്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ വെൽക്കം എന്നിട്ടൊരു ഹാറ്റൊക്കെ വെച്ചിട്ട് ഇതേപോലെ തന്നെ സൂട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു. എന്നിട്ട് ഈ ഹാറ്റ് ഉരുമ്പം അതിൽ W എന്ന് എഴുതി കാണും. അങ്ങനെ 8 ആൾക്കാർ നിന്നിട്ട് ഇങ്ങനെ വെൽക്കം അങ്ങനെ ഈ ഹാറ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് വെൽക്കം അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ അതുപോലെ പിന്നെ 2ാം ക്ലാസ്സിലുണ്ടായിരുന്നു, 3ാം ക്ലാസ്സിലുണ്ടായിരുന്നു. ഒരു ഇതില് ചക്ദേന്ത്യന്റെ മ്യൂസിക് ഞാൻ ഡാൻസ് കളിച്ചിരുന്നു, ജേഴ്സി എന്തൊക്കെ ഇട്ടിട്ട്. അന്ന് ഈ അപ്പൊ ചക്ദേന്ത്യ ഹോക്കിയ അല്ല, പക്ഷെ അതാണ് കോമഡി. പാട്ട് ചക്ദേന്ത്യ ആണെങ്കിലും ക്രിക്കറ്റ് ആയിരുന്നു എന്റെ ആ ഡാൻസില്. ഞാൻ അന്ന് ഫുട്ബോൾ ഡാൻസ് ചെയ്യണം. അന്ന് എനിക്ക് ഫുട്ബോളിന്റെ ഒന്നും ഒരു തേങ്ങ അറിയില്ലായിരുന്നു. ജസ്റ്റ് ചുമ്മാ നമ്മളിങ്ങനെ ഫുട്ബോൾ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നു. പക്ഷെ അന്ന് ഞങ്ങൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. മിഷാൽ എന്നിട്ടൊരു പയ്യൻ ഉണ്ടായിരുന്നു. ഇവന് ഫുട്ബോള് കയ്യിൽ സ്പിൻ ചെയ്യാൻ അറിയായിരുന്നു. കയ്യില് സ്പിൻ ചെയ്യാൻ മാത്രല്ല, ഇവന് പെൻസിൽമേ സ്പിൻ ചെയ്തിട്ട് ഇങ്ങനെ വായല് വെക്കുക, പിന്നെ പെൻസിൽ സ്പിൻ ചെയ്ത് ഷൂസിൽ ബോൾ ഇങ്ങനെ സ്പിൻ ചെയ്യാ. അത് മാത്രല്ല, ഇവൻ ഒരാളെ ബോൾ സ്പിൻ ചെയ്യുന്ന ടൈമില് ഒരാളെ വിളിക്കും, എന്നിട്ട് അവരോട് വിരലിങ്ങനെ ആക്കാൻ പറയും. എന്നിട്ട് അവരെ വിരലുമൊക്കെ ഈ ബോൾ അങ്ങ് പാസ് ചെയ്തിട്ട് ഇവരെ വിരലും അങ്ങനെ സ്പിൻ ചെയ്യും. ഭയങ്കര ഒരു കൂൾ സ്റ്റഫ്. തന്നെ ഞങ്ങള് നേരെ സീനിയറാ. അപ്പൊ ഞങ്ങള് ഡാൻസ് പറഞ്ഞാല് ഒരു 2 മിനിറ്റ് ഞങ്ങളങ്ങനെ കുറച്ച് ഫോർമേഷൻസും ഡാൻസ് ഒക്കെ, പിന്നെ ഒരു 5 മിനിറ്റ് ഇവന്റെ ഷോ ആ. ഇവനങ്ങ് നടുവിൽ നിർത്തിയിട്ട് നമ്മളിങ്ങനെ ബോളുമൊക്കെ കാലിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കണം. ഇവനെല്ലാം ചെയ്യാ. അതെ, അതുകൊണ്ടാണ് ഇവരുടെ ഡാൻസ് അത്രയും പോപ്പുലർ. അപ്പൊ ഈ ഡാൻസിലൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് കുറച്ച് പിള്ളേരുണ്ടാവും. അതെ, ക്രിസ്ത്യൻ ബാബു, അതെ, അങ്ങനെ കുറച്ച് സ്ഥിരമായിട്ടുള്ള പിള്ളേർ. അതിൽ ഞാൻ കാണുന്ന ഒരു ഫേസ് ആയിരുന്നു സമീറിന്റെ. പിന്നെ ഞാൻ ഈ ഡാൻസിൽ പിന്നെ 5ാം ക്ലാസ്സിൽ എത്തിയപ്പോ ഞാൻ പഞ്ചാബി ഡാൻസിൽ, രാജസ്ഥാനി ഡാൻസ്, ഞാൻ പഞ്ചാബി ഇവർക്ക് മറ്റേ സാധനമൊക്കെ ഇതാക്കി ഇവരുടെ പാട്ട് അങ്ങനൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, സ്കൂള് ഈ ഡാൻസ് കോസ്റ്റ്യൂമിന് കുറെ പൈസ വാങ്ങിക്കുമായിരുന്നു. 50 റിയാല് അല്ല 100 റിയാൽ എന്തോ അല്ലേന്നോ? 50 റിയാലായിരുന്നു. ആണോ? 100 ആയപ്പോ ഞാൻ ഡാൻസ് നീ വിരമിച്ചില്ല. ഞാൻ എപ്പോഴും കുറച്ച് പോയിരുന്നു. അപ്പൊ ഈ എന്താ അപ്പൊ ഈ ഡാൻസിന്റെ കോസ്റ്റ്യൂമിനുള്ള പൈസ സ്റ്റുഡൻസിന്റെ അടുത്ത് തന്നെയായിരുന്നു വാങ്ങിക്കാം. അപ്പൊ ഒരു ഡാൻസിന് ഞാൻ അലാവുദ്ദീനും അത്ഭുത വിളക്കിലെ കുട്ടിച്ചാത്തം പോലത്തെ ഒരു ഡാൻസ് ആയിരുന്നു. എനിക്ക് ഓർമ്മല്ല. അപ്പൊ അതായിരുന്നു എന്റെ ഡ്രസ്സ്. അപ്പൊ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ആ കോസ്റ്റ്യൂം അങ്ങ് വാങ്ങിച്ചിട്ട് പിന്നെ ജീവിതത്തിൽ ഒരു സ്ഥലത്തേക്ക് നമുക്ക് അത് ഇടാൻ പറ്റൂല. അതേപോലെ തന്നെ ഈ പഞ്ചാബി ഡാൻസിനും നമുക്കൊരു കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ അതിനെനിക്ക് ഓർമ്മയുണ്ട്. ഒരു പിങ്ക് മറ്റേ പഞ്ചാബികളുടെ മഞ്ഞ പഞ്ചാബി ഹൗസിലെ രമണം പോലത്തെ. അതെ, അത് ഡാൻസിന് നല്ല രസമുണ്ടായിരുന്നു കോസ്റ്റ്യൂം. പക്ഷെ ഡാൻസിനെ രസമുള്ളൂ. ഇന്റെ അതേപോലെ ഒരു ധോത്തി പോലത്തെ ഒരു ട്രൗസർ ആയിരുന്നു. ഇട്ടാൽ നമ്മളിങ്ങനെ ധോത്തി പോലെ ഇതാക്കിയ പോലെ, ഇങ്ങോട്ട് ഇങ്ങനെ ഇത്ര വരെയുള്ള ഒരു കുർത്ത പോലെ, അതും ഇതേപോലെ ഫുൾ ഗ്ലൈസിങ് ഒക്കെ ഉള്ള. പക്ഷെ പിന്നെ കോമഡിയാ ഡാൻസിന് ഇവരെങ്ങനെ അറിയോ, പിള്ളേരെങ്ങനെ ലൈനിന് നിർത്തും ഡാൻസ് തുടങ്ങണതിന്റെ മുന്നേ. ഇങ്ങോട്ട് ടീച്ചർമാർ ഇങ്ങനെ ഓരോരുത്തർ ഇതാക്കിട്ട് ഇങ്ങനെ പൗഡർ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചെക്കൻ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നണ അഫ്തൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെക്കൻ, അതോ വേറെ ആരോ. ഇവന് ഭയങ്കര സിഗ്മ കളി. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടൂല. ഞാനത് പറയാൻ അതായത് അന്ന് 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാന്ന് പറഞ്ഞാൽ അതൊരു ഗേളി തിങ്. അതെ. അപ്പം നമുക്ക് ലിപ്സ്റ്റിക് ഇവര് എന്തായാലും ടീച്ചേഴ്സ് പിടിച്ചു നിർത്തി ഇട്ട് തരും. അപ്പം നമ്മളെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കാണാണെങ്കിൽ ഒരിടത്തൊന്നും പോവില്ല. കാരണം ഇവര് നമ്മൾ ശ്രദ്ധിച്ചില്ല, നാട്ടിലിപ്പോ ഒപ്പനൊക്കെ ആണെങ്കിലും മേക്കപ്പ് ഭയങ്കര എൻഹാൻസ് ചെയ്തിട്ടായിരിക്കും അവരിടുക. കാരണം സ്റ്റേജ് മേലെ അതിനെന്തോ ഒരു സംഭവം ഉണ്ട്. ആ ഒരു ലോജിക്കിൽ ഇവരും തന്നെ ലിപ്സ്റ്റിക് ഒക്കെ വാരി കോരി, ലിപ്സ്റ്റിക്കും പൗഡറും ഇതൊക്കെ ഇട്ടിട്ട് അപ്പൊ നമ്മൾ ഫ്രണ്ട്സിനെ കാണുകയാണെങ്കിൽ ഒരിടത്തേക്കൊന്നും പോവില്ല. എന്നിട്ട് പിന്നെ ലിപ്സ്റ്റിക് ഇട്ട ഉടനെ ചിലപ്പോ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ചുണ്ട് വടിക്കും ലിപ്സ്റ്റിക്കോ പോടാടുന്നതൊക്കെ ഉള്ള പോലെ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോ ഡാൻസ് തുടങ്ങുന്നതിന് മുന്നേ ടീച്ചേഴ്സ് കാണും ഇവന്റെ ലിപ്സ്റ്റിക് അവിടെ. അപ്പൊ ഈ ഔട്ട്ഫിറ്റും ഇതൊക്കെ ഡാൻസ് രസമാണെങ്കിലും
പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ചമ്മലോ ഭയങ്കര കുറവ്. ഇപ്പത്തെ ഒരു ടൈമിൽ നോക്കുമ്പോ അപ്പൊ നമ്മക്കും ഭാവിയിൽ പിള്ളേരുണ്ടെങ്കിൽ നമ്മള് എൻകറേജ് ചെയ്ത് വിടും ഇങ്ങനത്തെ ഡാൻസിനും പരിപാടിക്കൊക്കെ. അപ്പൊ എനിക്ക് ലാസ്റ്റിലേക്ക് ഞാൻ ഒരു 5ാം ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു ഞാനിങ്ങനെ കുറെ കാലം ഇത് ക്വിറ്റ് ചെയ്യണം വിചാരിച്ചു. പക്ഷെ ഉമ്മ കാരണമാണ് ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഇതൊന്നും ഞാൻ മാറണം എന്നൊക്കെ ഉള്ള പോലെ അങ്ങനെ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ദിസ് ഇസ് മൈ ലാസ്റ്റ് ടൈം. 6ാം ക്ലാസ് എത്തുമ്പോൾ നമ്മൾ മിഡിൽ സ്കൂൾ അല്ലേ, എലിമെന്ററി സ്കൂൾ കഴിഞ്ഞു, നമുക്ക് കുറച്ചുകൂടി വലുതായി, ബ്ലോക്ക് മാറി. പിന്നെ ഈ ഡാൻസ് ഒന്നും തീരെ കൂളല്ല. അതെ, ഫുള്ള് മറ്റേ ടീച്ചേഴ്സ് പഠിപ്പിച്ചിരുന്ന ഡാൻസ് ആണ്. വളരെ ചില സ്റ്റെപ്പൊക്കെ നമുക്ക് ടീച്ചറിനോട് അങ്ങ് പറയും നമുക്കിത് മാറ്റുക, കാരണം ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ള സ്റ്റെപ്പ് ഭയങ്കര. കാരണം ഇവര് ക്ലാസിക്കൽ ഡാൻസേഴ്സ് ഒക്കെ ആയിരിക്കും ടീച്ചേഴ്സ്. അപ്പൊ ഇവര് ആ ഒരു ചുവള്ള ഡാൻസ് ആയിരിക്കും നമുക്ക് പഠിപ്പിച്ചു തരാം. ഫുള്ള് ബോഡി ഒക്കെ ഇങ്ങനെ വഴങ്ങി ഭയങ്കര ഒരു തീരെ കൂളല്ല, ഈ ഔട്ട്ഫിറ്റ് ഇഷ്ടമില്ല, ഫ്രണ്ട്സിന്റെ ഇടയിൽ ചമ്മല്, ലിപ്സ്റ്റിക് ഇടണം. അപ്പൊ ഈ ഒക്കെ റീസൺ കാരണം ഞാനിത് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ സീനിയേഴ്സ് ഉണ്ടാകും, സീനിയേഴ്സിന്റെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രേക്ക് ഡാൻസ് ഒക്കെ അതൊക്കെ ഭയങ്കര കൂളാണ്. അപ്പൊ അങ്ങനത്തെ ഡാൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് 6ാം ക്ലാസ്സിൽ ഞാൻ തീരുമാനിച്ചതാണ് ഇനി മുതൽ ഇത് ഉണ്ടാകില്ല എന്ന്. 6ാം ക്ലാസ്സിൽ ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ നിന്നപ്പം എൻ്റെ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി വന്നിട്ട് സയാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പോയി. ഈ കുട്ടീനെ ഇങ്ങനെ കോറിഡോറിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ഒരു ആ റൂം ഇങ്ങനെ തുറന്നപ്പം അമ്പിളി മാം ആയിരുന്നു തോന്നണ്. മറ്റേ കൊറേ കേരള ഡാൻസ്, തമിഴ് ഡാൻസ് അതിനല്ല അമ്പിളി മാമിനും പിന്നെ പിന്നില് കുറെ കുട്ടികൾ ലൈനായി നിൽക്കുന്ന കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് എ ട്രാപ്പ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിട്ട് ഇത് ഡാൻസിന് വിളിക്കാണ്. അങ്ങനെ മാം പറഞ്ഞ് ഡാൻസ് കളിക്കണ്ടേ. അപ്പൊ എനിക്ക് മനസ്സിലായി അമ്പിളി മാം എന്താ ചെയ്യാ, സ്ഥിരം ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടീനൊക്കെ ടീച്ചർക്ക് അറിയണ്ടോ. ടീച്ചർ വിളിച്ചിട്ട് ചോദിക്കും സ്ഥിരമായിട്ട് ഡാൻസ് കളിക്കുന്ന വേറെ ഏതൊക്കെ കുട്ടികളാണെന്ന് ചോദിക്കും. അപ്പൊ അവരൊക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ട് അവഞ്ചേഴ്സിനെ അസംബിൾ ചെയ്യുന്ന പോലെ. അപ്പൊ ഞാനിങ്ങനെ നിന്നിട്ട് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു എൻ്റെ ഉമ്മ പറഞ്ഞേ ഇനി ഇതിൽ ഡാൻസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മ പറഞ്ഞേ ഇനി ഡാൻസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട. കാരണം എൻ്റെ ഉമ്മ സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ അമ്പിളി മാം നേരെ പോയിട്ട് എൻ്റെ ഉമ്മനോട് പോയിട്ട് പറയും. അപ്പൊ ഉമ്മ എന്നോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വീണ്ടും ട്രാപ്പിലായി ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ പറഞ്ഞു അതെ ഞാൻ മോഡേൺ പ്രോബ്ലംസ് റിക്വയർ മോഡേൺ സൊല്യൂഷൻസ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി ഡാൻസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട 6th അപ്പൊ അമ്പിളി മാം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നോ പ്രോബ്ലം, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് തിരിഞ്ഞ് പോകാൻ നേരം ഇങ്ങനെ തിരിഞ്ഞപ്പോ എൻ്റെ കണ്ണിന്റെ അറ്റത്ത് കേരള ഗ്രൂപ്പിൽ ഒരു ചെക്കൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആരാ? സമീർ റോഷൻ. സമീർ അന്ന് നീ ഏതോ ആസമീസ് ഡാൻസോ അങ്ങനെ അതിലോ അല്ല, ഞാൻ കേരള ഡാൻസിൽ തന്നെ ആയിരുന്നു. ഞാൻ ആ ഡാൻസിലാണ് ആദ്യമായിട്ട് ഹാഷിദിനെ പരിചയപ്പെടുന്നത്. കാരണം ആ ഡാൻസിൽ ഹാഷിദ് ഞങ്ങളെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഹാഷിദ്. പക്ഷെ പുള്ളിക്കാരൻ്റെ ഇപ്പത്തെ അതായത് നമുക്ക് ഒരു 10th 8th 9th ആ ഒരു ക്ലാസ് മുതൽ നമുക്ക് ഹാഷിദിനെ അറിയാം. അപ്പൊ അന്ന് അറിയുന്ന ഒരു പേഴ്സണാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പണിക്ക് കിട്ടൂല. ആള് ഭയങ്കര ടു കൂൾ ടു ബി ട്രൂ എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ആളാണ്. ഞാൻ കൂളാണ് ഇങ്ങനത്തെ ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കില്ല എന്നൊക്കെ ഉള്ള ഒരു സ്വഭാവം. അതെ, ഞാൻ ഫസ്റ്റ് ആശുദിനെ കാണുന്ന ഈ ഡാൻസ് ഞങ്ങൾ ഒരുമിച്ച കേരള ഡാൻസ് ചെയ്തത്. പക്ഷെ അന്നെനിക്കാണ് പരിചയം 6B1 അങ്ങനെ എന്തായിരുന്നു, ഞാൻ 6B3 അപ്പൊ അന്ന് അവസാനിച്ചതാണ് എന്റെ ഡാൻസ് കരിയർ. അന്നായിരുന്നു ഞാനും ലാസ്റ്റ് ഇങ്ങനത്തെ ഡാൻസ് കളിച്ചത്. പിന്നെ ഫുള്ള് നമ്മൾ തന്നെ 7th ഒക്കെ എത്തിയപ്പോ നമ്മൾ തന്നെ മറ്റേ ചെറിയ രീതിയിലൊക്കെ കൊറിയോഗ്രാഫി ചെയ്ത് സെമീർ ക്വിറ്റ് ചെയ്തില്ല. ടീച്ചേഴ്സിന്റെ കുടക്കീഴിൽ നിന്ന് സെമീർ മാറി ഇൻഡിപെൻഡന്റ് ഡാൻസറായി. അതുപോലെ നമ്മള് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു നല്ലോണം ഡാൻസ് കളിക്കണം. അതിൽ 1-2 പേരൊക്കെ ഇങ്ങനെ ക്ലാസ്സിനൊക്കെ പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ വരുമ്പോ എല്ലാരും കൂടി ഇങ്ങനെ ക്രിസ്റ്റിന് അവരൊക്കെ സെറ്റാക്കി സ്റ്റെപ്പ് ഒക്കെ ഇട്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു അന്തരം എനിക്ക് ഹാലോവീന്റെ ക്ലബിൽ അങ്ങ് മനസ്സിലായി. സെമീർ ഡാൻസ് കളിക്കുമ്പോ കുട്ടികളൊക്കെ അങ്ങനെ ഫുള്ള് രസമായിരുന്നു. ഞാൻ പിന്നെ സെമീറിന്റെ സ്റ്റെപ്പ് ചെയ്ത അത് തന്നെ എന്റെ സ്റ്റെപ്പ്. ഞാനും ഗ്രേസും ഡാൻസ് അറിയില്ല.
ഞാനും ഗ്രേസും തമ്മിൽ നോക്കൂ, എന്നിട്ട് സെമീർ നോക്കും, സെമീർ ഏതാ സ്റ്റെപ്പ് ഇടുന്നത്, അത് തന്നെ ഞങ്ങളുടെ സ്റ്റെപ്പ്. അങ്ങനെ സംഭവം നൈസ്. പക്ഷെ സംഭവം നൈസായിരുന്നു. പിന്നെ അത് മാത്രല്ല, നമ്മള് ഈ മാസ്ക് ഒക്കെ ഉണ്ടായോണ്ട് നമ്മള് മുഖം അധികം കാണിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഒരു ഹൈറ്റ് ഉള്ള സ്ഥലത്ത് കയറി നിന്ന്, ഞാനും ജയാനും നടുവിൽ ഗ്രേസും നിന്ന്. എന്നിട്ട് നമ്മളിങ്ങനെ താഴെ ഫുള്ള് ഇങ്ങനെ ക്രൗഡാണ്. അപ്പൊ നമ്മളിങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പൊ ഇനീഷ്യലി ആരും നമ്മളെ മൈൻഡ് ആക്കിയില്ല, കാരണം ഇവരേതാ ഇവര് ഇങ്ങനെ കയറി ഡാൻസ് കളിക്കണേ. പക്ഷെ ഇറ്റ്സ് ഹാലോവിൻ, നോബഡി കെയർസ്. പിന്നെ നമ്മളെ എന്റെ മുഖം ഞാൻ സത്യം പറയല്ലോ, മാസ്ക് ഇട്ടോണ്ട് എനിക്ക് കോൺഫിഡൻസ് ബൂസ്റ്റർ. ഞാൻ ആൾക്കാരെ മുന്നിൽ എംബാരസിംഗ് ആണോന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചെക്കനൊക്കെ എന്നോട് വന്നിട്ടുണ്ട് മാസ്ക് ഊരിയത് ഡാൻസ് കളിക്കണ്ടിട്ട്. അതെ, എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ഡാൻസ് കളിച്ചിങ്ങനെ തുടങ്ങിയപ്പോ ഒരു 3-4 പേരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അത് സ്കൂളിൽ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ഇടുമ്പോ ഇവരും തന്നെ അതേ സ്റ്റെപ്പ് ഇട്ട്, പിന്നെ 4 ഇങ്ങനെ കൂടി കൂടി ഒരു 10-15 അവിടെ ഉള്ള ആ ഒരു സർക്കിളിലുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഫോട്ടോഗ്രാഫർ ഒക്കെ വന്നിട്ട് ഈ ക്ലബിന്റെ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ ഞങ്ങൾ ഇൻസേർട്ട് ചെയ്യാം. വീഡിയോ വേർഷനിലാണ് നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അതെ ഇതില് വീഡിയോയില് കാണാം. പിന്നെ അത് മാത്രല്ല, മറ്റേ നമ്മളിങ്ങനെ ഡാൻസ് ചെയ്യണതിന്റെ അടുക്ക് ഞാൻ സയാനോട് പറഞ്ഞു, സയാന ഫോൺ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുകയാണ്. അപ്പൊ നമ്മള് 3 ആളുണ്ടല്ലോ, മൂന്ന് സംഖ്യ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണല്ലോ. അപ്പൊ 3 ആൾക്കാർ എടുത്തിട്ട് നമ്മളിങ്ങനെ ആക്കി. അതിൽ ഇവിടെ ഉള്ള അതായത് ക്ലബിൽ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ ഈ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ഒരു 10-15-20, പിന്നെ അങ്ങനെ ഡിസ്റ്റൻസ് കൂടി വേറെ വൈബിലോട്ടായി ആൾക്കാർ. അപ്പൊ ഈ ഒരു 10-15-20 ആൾക്കാർ നമ്മൾ ഈ ഒരു സർക്കിളിലേനു. അതിലിവരൊക്കെ ഇവരും ഫുള്ള് നമ്മളുടെ ഒരു കുഞ്ഞ ഏരിയയില് മറ്റേ കൊത്തരാജ് എന്ന് പറഞ്ഞ അതെ, കൊത്തേലെ രാജുഭവൻ എന്ന് പറയുന്ന പോലെ ആ ഒരു സ്ഥലത്ത് ഞങ്ങളങ്ങ് ചെറിയ ഏരിയയിൽ അടിപൊളിയായിരുന്നു. പിന്നെ കുറെ ആൾക്കാര്, പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മറ്റേ സ്പൈഡർമാന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടാണ്ട്. അപ്പൊ ഓളോടൊക്കെ ഈ ഒരു ഔട്ട്ഫിറ്റ് സോ കൂൾ എന്ന് പറഞ്ഞപ്പോ ഓള് ഇങ്ങനൊക്കെ ഇങ്ങനെ കാണിച്ചാണ്ട് ഭയങ്കര ക്രിഞ്ചായിട്ട് ഇങ്ങനെ കാണിച്ചെങ്കിലും ആ ഒരു ഡേ എന്ത് ചെയ്താലും അടിപൊളിയാണ്. അതാണ് എനിക്ക് ഹാലോവീൻ എന്റെ ഒരു ഫേവറേറ്റ് സെലിബ്രേഷൻ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മള് മറ്റേ ക്ലബിൽ ലൈക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഉണ്ട് അവിടെ. അപ്പോൾ ഒരു കൗബോയ് പോലത്തെ ഒരു പാട്ട് വന്ന്, ആ പാട്ട് എങ്ങനെ വരും, ഓക്കെ വേർഡ് വരും. അപ്പം ഈ പാട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മള് മറ്റേ ഈ പാട്ട് വന്നപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഉണ്ട് കേട്ടോ. ഇവര് ഫുള്ള് കൗബോയ് ഡാൻസിൽ ഇങ്ങനെ കാലിങ്ങനെ മുന്നിക്കും ബാക്കൊക്കെ ഒരു വേറെ ടൈപ്പ് ഓഫ് സ്റ്റെപ്പാണ് കൗബോയ് ഡാൻസിന്. എന്നിട്ട് ഇവര് കളിക്കുക. അതിൽ എനിക്കത് കണ്ടാണ്ട് ഭയങ്കര അങ്ങ് ഇഷ്ടമായി. അപ്പൊ ഞാനും ഗ്രേസും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വേറെ ചിക്സിന്റെ ഞാൻ ഇവിടെ ആയിരുന്നു, എനിക്കും അറിയില്ല ഒരു നക്ഷത്രം എണ്ണായിരുന്നു. അപ്പം മറ്റേ അങ്ങോട്ട് നമ്മള് ഇവരോട് പോയാണ്ട് ക്യാൻ യു ടീച്ച് ദ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. അപ്പോത്തിന് ഇവരങ്ങ് ഹൈപ്പായി ഒരാൾക്ക് സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കല്ലേ. അതിൽ ഇവരിങ്ങനെ സ്റ്റെപ്പ് കാണിച്ച് ഒരു 2 കണ്ടപ്പോ തന്നെ എനിക്ക് സംഭവം മനസ്സിലായി, പിക്ക് ചെയ്ത് കൊടുത്തു. അതിൽ ഇവര് യു ലേൺ ഇറ്റ് സോ ഫാസ്റ്റ് ഭയങ്കര രസമായിരുന്നു. അതെ, സച്ച് എ ഗുഡ് ഹാലോവീൻ പറഞ്ഞ അടിപൊളി. അതുപോലെ തന്നെ ഹാലോവീന് ഈലോൺ മസ്കും ജോ റോഗനും ഒരു എപ്പിസോഡ് ഇറക്കി, പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഇറക്കി. ജോ റോഗൻ ആരാന്ന് അറിയില്ലെങ്കിൽ, ജോ റോഗൻ ആണ് വേൾഡ്സ് നമ്പർ 1 പോഡ്കാസ്റ്റ് ഉള്ളത്. എത്ര എപ്പിസോഡ്? 10,000 അത് ഒരു എപ്പിസോഡ് 1 മണിക്കൂറും 3 മണിക്കൂറൊക്കെയാണ് ചില എപ്പിസോഡ്സ്. അപ്പൊ ആലോചിച്ചോ എത്ര. അതെ, പക്ഷെ ഇയാള് കുറെ മുന്നേ സ്റ്റാർട്ട് ചെയ്താ, ഒരു ഡെക്കേഡൊക്കെ വെബ് ക്യാമിലൊക്കെയാ സ്റ്റാർട്ട് ചെയ്ത മൂപ്പര്. അപ്പൊ ഈലോൺ മസ്കും ജോ റോഗനും ഹാലോവീന്റെ അന്ന് ഹാലോവീൻ കോസ്റ്റ്യൂമില് ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്തു. അപ്പൊ ഞാൻ ഇത് കണ്ടിട്ട് എൻ്റെ ആ പോഡ്കാസ്റ്റ് ബുദ്ധിയിൽ ഞാൻ വിചാരിച്ചു, ഇവരപ്പോ ഇത് പ്രീ റെക്കോർഡ് ചെയ്താണ്. ഹാലോവീന്റെ അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഈ എപ്പിസോഡ് ഇറങ്ങണമെങ്കിൽ ഹാലോവീന്റെ മുന്നേ റെക്കോർഡ് ചെയ്തതാവണല്ലോ. അങ്ങനെ ആലോചിച്ചു. പക്ഷെ ജോ റോഗൻ നമ്പർ 1 പോഡ്കാസ്റ്റ് ആണ്, ഇത്ര അടിപൊളി ടീം ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പൊ ഇത് അന്ന് റെക്കോർഡ് ചെയ്ത് അന്ന് തന്നെ ഇവര് പബ്ലിഷ് ചെയ്തതാ. അതെ, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം സെമീറെ. അത് കാണുന്ന ആർക്കെങ്കിലും ഒക്കെ എഡിറ്റിംഗ് ഒക്കെ അറിയെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് us and we are even ready to pay. വെറുതെ അല്ല,
വെറുതെ ഞങ്ങൾക്ക് നിങ്ങൾ ഫേവർ ആയിട്ടല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ. അതെ. അപ്പൊ അതില് എന്താ ഈ ഈലോൺ മസ്കിന്റെ കമ്പനിയാണല്ലോ ടെസ്ല. അപ്പൊ ടെസ്ലക്ക് ഒരു പുതിയ പിക്കപ്പ് ട്രക്ക് ഉണ്ട്, സൈബർ ട്രക്ക് എന്ന് പറഞ്ഞിട്ട്. ഈ സൈബർ ട്രക്ക് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡിസൈൻ തീരെ ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു പോളറൈസിങ് ഡിസൈനാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? എനിക്കത് പിന്നെ ഇവ എപ്പോ നോക്കിയാലും ഈ സൈബർ ട്രക്കിന്റെ എന്ത് ഡിസൈനല്ലേ, എന്ത് വണ്ടിയാലോ എന്നൊക്കെ പറയാം. ഞാൻ പിന്നെ അവരെ നിരുത്സാഹപ്പെടുത്തണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല, എനിക്കത് വലിയ ഇഷ്ടമായി. അത് ലിറ്ററലി ഒരു സയൻസ് ഫിക്ഷൻ മൂവിയിലുള്ള ഒരു കാറ് റിയൽ വേൾഡിലേക്ക് അങ്ങ് ഇറങ്ങി വന്നപ്പോൾ അത് ഇപ്പൊ റിലീസ് ആയിട്ടില്ല, അങ്ങനെ ഡെലിവറീസ് ഒക്കെ തുടങ്ങുന്നുള്ളൂ. അപ്പൊ അത് ലിറ്ററലി ഇനി റോഡിലൊക്കെ വരുമ്പോ അത് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അതൊരു വേറെ തന്നെ കാറായിട്ട് ഇങ്ങനെ നിൽക്കും. അതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിന് സ്ഫെറിക്കൽ ഷേപ്പ് എവിടെയില്ല, ടയറിനല്ലാതെ വേറെ ഫുള്ള് ലൈൻ ഷാർപ്പ് ലൈൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കാറ് പോലെ, ഒരു പിക്കപ്പ് ട്രക്ക് പോലെയാണ്. അപ്പൊ അതായിട്ടാണ് ഈലോൺ മസ്ക് ഈ ജോ റോഗന്റെ പോഡ്കാസ്റ്റിലേക്ക് വന്നത്. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കാം. അപ്പൊ അതിന്റെ ഡോർസ് ഒക്കെ ബുള്ളറ്റ് പ്രൂഫ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ജോ റോഗൻ പറഞ്ഞേ, അപ്പൊ ജോ റോഗന് ഭയങ്കര ആർച്ചറിയിൽ ഭയങ്കര പ്രൊഫിഷ്യൻസി ഉള്ള ആളാണ്. അത് ജോ റോഗൻ പറഞ്ഞ് എൻ്റെ അമ്പും വില്ലിലും ആരോ ഇത് ഡോർ പെനട്രേറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് തന്നെ. അപ്പോൾ ഇലോൺ മസ്ക് പറഞ്ഞു ഐ ബെറ്റ് യു ഓൺ ദാറ്റ് എന്ന് പറഞ്ഞേ. അപ്പോൾ ഇവർ രണ്ടാൾക്കാരും അങ്ങോട്ട് പോയിട്ട് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് തന്നെ പോഡ്കാസ്റ്റ് പോസ്റ്റ് ചെയ്ത്, എന്നിട്ട് ഇവർ പുറത്ത് പോയിട്ട് അപ്പോൾ ഇത് വീഡിയോയിൽ ഇവരിങ്ങനെ എടുത്തു. എന്നിട്ട് പോഡ്കാസ്റ്റിന്റെ ഉള്ളിൽ തന്നെ എന്നിട്ട് ജോ റോഗന് ഇവന്റെ ആർച്ചറിന്റെ വലിയ ബോവും ഇവന്റെ ആരോ ഒക്കെ എടുത്ത് പ്രൊഫഷണൽ സാധനം അതൊക്കെ എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് സൈബർ ട്രക്കിന്റെ ഡോറിലേക്ക് എന്നാണ് വെടി വെച്ച്. മറ്റേ കാർട്ടൂണിലൊക്കെ എങ്ങോട്ട് തട്ടിയാലും ഇങ്ങോട്ട് ഒടിഞ്ഞു. ആ ആരോ കറക്റ്റ് ഡോറിനെ അങ്ങ് കൊള്ളുമ്പോ ഒരു ചെറിയ സ്പാർക്ക് ഇങ്ങനെ എന്നിട്ട് ഇവന് ജോ റോഗൻ പോയിട്ട് ആ അമ്പിന്റെ 2 കഷ്ണം എടുത്തിട്ട് ടിപ്പ് മാത്രം അങ്ങ് പൊട്ടിപ്പോയി. എന്നിട്ട് കാണിച്ചിട്ട് ഇത് പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവര് ഓക്കെ ബാക്ക് ടു ദി സ്റ്റുഡിയോ. എന്നിട്ട് ഇവർ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ചോദിക്കും ഇലോൺ മസ്കിനോട് ചോദിക്കും എന്തിനാണ് ഇത് ബുള്ളറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ആക്കിയത്. അപ്പോൾ ഇലോൺ മസ്ക് പറയും വെൽ പിക്കപ്പ് ട്രക്സ് എന്ന് പറഞ്ഞാൽ ടഫ് വെഹിക്കിൾസ് ആവണം. അപ്പോൾ എന്നിട്ടൊരു കാര്യം പറഞ്ഞു ജോ റോഗന് ഇലോൺ മസ്ക്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമല്ലോ പോലീസുകാരും ഇതൊക്കെ, അല്ലെങ്കിൽ ഒരു ഷൂട്ട് ഔട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ കാറിന്റെ ഡോറിന്റെ പിന്നിൽ ഹൈഡ് ചെയ്യണത് മിക്ക വെഹിക്കിൾസ് അല്ല എല്ലാ വെഹിക്കിൾസിലും ബുള്ളറ്റ് കാറിന്റെ ഡോർ പെനട്രേറ്റ് ചെയ്യുമ്പോലും. ഞാനൊക്കെ അവെഞ്ചേഴ്സിൽ കുറേ കണ്ടാണ്, കുറെ ആക്ഷൻ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. തോക്കം എടുക്കുമ്പോ അതിന് വേഗം ഡോറിന്റെ പിന്നിൽ ഇങ്ങനെ ഹൈഡ് ചെയ്യണത്. അപ്പൊ ഏതെങ്കിലും ആൾക്കാര് സിനിമയിൽ കണ്ട ഓർമ്മയിൽ ആരെങ്കിലൊക്കെ തോക്ക് എടുക്കുമ്പോ ഡോറിന്റെ പിന്നിൽ ഹൈഡ് ചെയ്യാൻ നിന്നാല് വെടികൊണ്ട് മരിക്കേണ്ടി വരും. അതൊക്കെ ഓർമ്മ ഉണ്ടാവോ ആ നേരം? ഡോർ കണ്ടാ അതിന്റെ പിന്നിൽ ഹൈഡ് ചെയ്യാൻ നോക്കൂലേ, കാറിന്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ എന്തൊരു വൈൽഡ് സിനാരിയോസ്. അതെ, പക്ഷെ ഞാൻ അത്ര കാലം അത് പ്രിവെന്റ് ചെയ്യുന്ന വിചാരിച്ചത്. അപ്പൊ കണ്ടപ്പോ എനിക്കിത് അപ്പൊ ഈലോൺ മസ്കിന്റെ ജോ റോഗന്റെ പോഡ്കാസ്റ്റിൽ ഈലോൺ മസ്ക് ആദ്യമായിട്ട് വന്നപ്പോ ഈ ജോ റോഗൻ എന്ന് പറഞ്ഞാല് ഈ കുറച്ചൊരു ഹിപ്പിയാണ്, ഈ സൈക്കഡലിക്സ് ഒക്കെ ആയിട്ട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ മൂപ്പര് വീട് വലിക്കുന്നുണ്ടായിരുന്നു. ഇത് അറിയാത്തവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്ക്, എന്ത് സൈക്കഡലിക് ഹിപ്പിയൊക്കെ എന്താണെന്ന്. അത് അറിയാത്ത ആൾക്കാർ, അതായത് ഇയാള് ഈ സൈക്കഡലിക്സ് ആയിട്ട് തന്നെ, അതായത് കഞ്ചാവ് ഇങ്ങനത്തെ മഷ്റൂംസ് ഡ്രഗ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരാളാണ് ജോ റോഗൻ. സൈക്കഡലിക് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ലൈക്ക് ഇങ്ങനത്തെ കൺസ്യൂം ചെയ്യുമ്പോൾ ഇവരെ മൈൻഡും ഇതൊക്കെ വേറൊരു രീതിയിലായി പലതരം വിഷ്വൽസും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിച്ച് ഓർ വേറൊരു പൊതുവെ നമ്മള് മൂവീസിലൊക്കെ പറയല്ലോ ട്രാൻസ് മൂവിയിലൊക്കെ ഉള്ള പോലെ കളേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങൾ പൊതുവെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അപ്പൊ മൂപ്പരുടെ പോഡ്കാസ്റ്റിൽ ഈലോൺ മസ്ക് വന്നപ്പോ ജോ റോഗൻ ഈലോൺ മസ്കിനെ കഞ്ചാവ് എടുത്തിട്ട് പറഞ്ഞു ട്രൈ ചെയ്യുന്നോന്ന് വെച്ച്. അപ്പൊ ഈലോൺ മസ്ക് എടുത്തിട്ട് ഷുവർ എന്നിട്ട് ഞാൻ വലിച്ച് എന്നിട്ട് പറഞ്ഞ് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞേ. പക്ഷെ അതിനുശേഷമുള്ള 3 വർഷം ഈലോൺ മസ്കിന് ഒരു കമ്പനി ഉണ്ട്, സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ട് നാസ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് റോക്കറ്റ്സ് ലോഞ്ച് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡായ ഈലോൺ മസ്ക് കഞ്ചാവ് വലിച്ചുകൊണ്ട് റാൻഡംലി 3 വർഷത്തോളം പല ടൈമിൽ ഈലോൺ മസ്കിനെ നാസന്റെ ആൾക്കാർ വന്നിട്ട് ഡ്രഗ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു പോലും.
ആ ഒരു എപ്പിസോഡിൽ അങ്ങനെ വലിച്ചത് കാരണം സ്റ്റോക്സ് എത്ര പെർസെന്റേജ് ഇടിഞ്ഞു എന്നാണ് ടെസ്ലന്റെ സ്റ്റോക്സ് ജസ്റ്റ് ഫ്രോം ദാറ്റ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ വീട് ലീഗൽ ആയതുകൊണ്ട് ലീഗലാണ് ആ ഒരു ഇഷ്യൂസ് ഉണ്ടല്ലോ. പക്ഷെ ഡ്രഗ് ടെസ്റ്റ് പറയുമ്പോ വേറെ കൂടുതൽ എന്തെങ്കിലും യുഎസിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്നിട്ട് ഒരു ഡ്രഗ് ടെസ്റ്റ് ചെയ്തിരുന്നേ. കാരണം വേൾഡ്സ് റിച്ചസ്റ്റ് അവൈലബിൾ ആണല്ലോ. അതെ, ഏറ്റവും കോമഡി എന്താ വെച്ചാൽ ഇപ്പൊ ഈലോൺ മസ്ക് വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ ആണല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ഒരു കൺവെർസേഷനിൽ ടെസ്ല പറഞ്ഞു, സ്പേസ് എക്സ് പറഞ്ഞു, അങ്ങനെ ഈലോൺ മസ്കിന് കുറെ കമ്പനി ഉണ്ട്. അതുപോലെ ഈലോൺ മസ്ക് ഇപ്പൊ അടുത്ത് ട്വിറ്റർ വാങ്ങിച്ചു. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു. ട്വിറ്റർ ആണ്, പക്ഷെ ഇപ്പൊ എക്സ് റീബ്രാൻഡ് ചെയ്ത്. ഈലോൺ മസ്ക് ട്വിറ്റർ വാങ്ങി കഴിഞ്ഞപ്പോ ഇപ്പൊ ലിറ്ററലി ട്വീറ്റ് ചെയ്യാം ആൾക്കാരോട് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ട്വീറ്റ് ചെയ്യും, അങ്ങനെ എനിക്ക് ഈ ഫീച്ചേഴ്സ് താല്പര്യമുണ്ട്, ആ ഫീച്ചേഴ്സ്. മൂപ്പര് ലിറ്ററലി റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. എത്രയോ കമ്പനീസ് മൂപ്പർക്ക് മാനേജ് ചെയ്യാണ്ട്. മൂപ്പര് ലിറ്ററലി ജനങ്ങളിലേക്ക് അങ്ങനെ ഇറങ്ങി ചെന്നിട്ട് മൂപ്പര് കസ്റ്റമർ സപ്പോർട്ടായിട്ട് മൂപ്പര് റിപ്ലൈ ചെയ്യാം, ഓക്കെ ഈ ഫീച്ചേഴ്സ് ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം, ഓക്കെ അത് ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഒരാൾ പറയാം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം ഇങ്ങനെ ഗ്ലിച്ച് ആവുന്നുണ്ട് ആപ്പ്, ഓക്കെ ഞാൻ അത് ഫിക്സ് ചെയ്യാൻ നോക്കാം. ലിറ്ററലി കസ്റ്റമർ സപ്പോർട്ടഡാ. അതെ, അതേപോലെ തന്നെ നീ അന്ന് പറഞ്ഞില്ലായിരുന്നു ഏതോ ഒരു ആൾക്കാരെ ട്വിറ്ററിന്ന് ബാൻ ചെയ്ത്. കുറെ ആൾക്കാരെ ട്വിറ്റർ ഭയങ്കര അധികം സെൻസർ ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാരെ ബിഫോർ ടേക്കിംഗ് ഓവർ. എന്താ കുറെ ആൾക്കാരെ കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അധികം പൊളിറ്റിക്കലി സെൻസർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈലോൺ മസ്ക് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഫുള്ള് അൺബാൻ ചെയ്തു. അവരൊക്കെ തിരിച്ചു കൊണ്ടു. അതും അൺബാൻ ചെയ്യാറുന്ന ലിറ്ററലി അങ്ങനെ അങ്ങ് അൺബാൻ ചെയ്യില്ല. ഇലോൺ മസ്ക് ആസ് എ പേഴ്സൺ, നോട്ട് ഹിസ് ട്വിറ്റർ ടീം, നോട്ട് ഹിസ് കസ്റ്റമർ സർവീസ് ടീം, ഒന്നുമല്ല. ഇലോൺ മസ്ക് ഡയറക്റ്റ് ഇവർക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക, ഡു യു വോണ്ട് യുവർ അക്കൗണ്ട് അൺബാൻഡ് എന്നുള്ള രീതിയിൽ. അതെ, യുഎസിന്റെ ഫോമർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വരെ ട്വിറ്ററിൽ ബാൻഡ് ആയിരുന്നു. ട്രംപിനെ വരെ ഇലോൺ മസ്ക് അങ്ങ് അൺബാൻ ചെയ്തു. പിന്നെ ട്വിറ്റർ ഈസ് ലൈക്ക് എ പ്ലാറ്റ്ഫോം വേർ യു ക്യാൻ സേ ഓർ പോസ്റ്റ് എനിത്തിങ്. അതുപോലെ സെൻസർഷിപ്പ് ഫുള്ള് കുറേ അധികം കുറച്ചു. പിന്നെ എന്താന്ന് വെച്ചാല് ട്വിറ്റർ ടേക്ക് ഓവർ ചെയ്ത ടൈമില് ഇലോൺ മസ്ക് 80% ഓഫ് എംപ്ലോയീസിനെ അങ്ങ് ഫയർ ചെയ്തു. 80%. അപ്പൊ ആൾക്കാരൊക്കെ ഭയങ്കര അധികം ഇലോൺ മസ്കിനെ ക്രിട്ടിസൈസ് ചെയ്തു. പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞു ഇലോൺ മസ്കിനെ എന്താ ചെയ്യണ അറിയില്ല, 80% ഓഫ് എംപ്ലോയീസിനെ ഫയർ ചെയ്തിട്ട് എങ്ങനെ ഈ കമ്പനി മുന്നോട്ട് പോവാം, മൂപ്പർക്ക് എന്താ മൂപ്പര് ചെയ്യുന്നതെന്ന് അറിയില്ല. മൂപ്പര് കാർ കമ്പനിയും സ്പേസ് കമ്പനിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ സോഷ്യൽ മീഡിയ ഡിഫറെന്റ് ആണ്. നീ നിന്റെ റേഞ്ച് ഇട്ട് കളിക്കല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ സംസാരിച്ചേ. ഇവൻ ആ 20% ഓഫ് എംപ്ലോയീസ് വെച്ചിട്ട് ട്വിറ്റർ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോയി എന്നല്ല, 100+ ഫീച്ചേഴ്സ് ഇവൻ ആഡ് ചെയ്തു. അതെ, അത് മാത്രല്ല ബിഫോർ ഇലോൺ മസ്ക് ടേക്കിംഗ് ഓവർ ട്വിറ്റർ നഷ്ടത്തിലായിരുന്നു. അതെ, ട്വിറ്റർ എത്രയോ ഒരു ഡെക്കേഡിൽ ഉപരി ആയല്ലോ എക്സിസ്റ്റ് ചെയ്തിട്ട്. പക്ഷെ ഇത്ര കാലമായിട്ട് ട്വിറ്റർ പ്രോഫിറ്റബിൾ അല്ലായിരുന്നു. ലൈക്ക് ദേ റൺ ആഡ്സ് ആൻഡ് ഓൾ, അതാണ് അവരുടെ ഇൻകം സ്ട്രീം. പക്ഷെ അവർ പ്രോഫിറ്റബിൾ അല്ലായിരുന്നു. ഇലോൺ മസ്ക് വന്നതിന് ശേഷം വെറും ഒരു വർഷമായിട്ടുള്ളൂ. ഇപ്പൊ ഒരു വർഷത്തിനുള്ളില് ഇവര് ബ്രേക്ക് ഈവൻ ചെയ്യാൻ തുടങ്ങി. അതായത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അതായത് നമ്മൾ എത്രയാണോ നമ്മള് എക്സ്പെൻസ് മുടക്കിയത് അത് നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ള, ഇനി അതിന്റെ മുകളിലുള്ള ഫുൾ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ ഒരു വർഷത്തിൽ ആള് ബ്രേക്ക് ഈവൻ ആക്കി വിത്ത് 20% ഓഫ് എംപ്ലോയീസ്. ആളൊരു സംഭവം. പിന്നെ ഒരു കൂൾ ബില്യണർ ആണ്, മറ്റേ ഒരു റിയൽ ലൈഫ് ടോണി സ്റ്റാർക്ക് ഒക്കെ പോലെ. ഇപ്പം ഇതേപോലെ ഇപ്പൊ ജോ റോഗന്റെ പോഡ്കാസ്റ്റിൽ ഇതേപോലെ വീട് വലിക്കുക. പിന്നെ മറ്റേ മാർക്ക് സക്കർബർഗ് ത്രെഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ത്രെഡ്സ് ലിറ്ററലി ട്വിറ്ററിന്റെ കോപ്പിയ. അതായത് ട്വിറ്ററിന്റെ കോഡ് എടുത്ത് ഇതിൽ അങ്ങ് പേസ്റ്റ് ചെയ്ത് അങ്ങ് പബ്ലിഷ് ചെയ്ത പോലെയാണ്. അതില് ഇലോൺ മസ്കിന് ദേഷ്യം പിടിച്ചിട്ട് സക്ക് ഈസ് എ കക്ക് ട്വീറ്റ് ചെയ്ത്, what cuck means just google it. അതെ, ഞാൻ ഇപ്പൊ പറയുന്ന ഇല്ല, കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ ഉള്ള, അതായത് ഹി ഡസൻ കെയർ. സംഭവം എന്താ വെച്ചാൽ പൊതുവെ ഇത്ര പൈസ ഉള്ള ആൾക്കാര് ദെയിൽ ബി ലൈക്ക്, അവർക്ക് കുറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ ഒരു റെപ്രസെന്റേഷൻ മോശമായാൽ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കും. ആൻഡ് ദേ ഹാവ് ടു റെപ്രസെന്റ് ദെയർ ബ്രാൻഡ്
ഇൻ എ മോർ പ്രൊഫഷണൽ വേ. പക്ഷെ ഇലോൺ മസ്ക് ഫുൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എൻ്റെ 12th ഗ്രാജുവേഷനെ ഞാൻ ഇത് പോഡ്കാസ്റ്റിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 12th ഗ്രാജുവേഷനിൽ നമ്മൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവർ ചോദിക്കും നമ്മളോട് ആരാണ് നിന്റെ റോൾ മോഡൽ എന്ന് മുന്നേ ചോദിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പേര് പറഞ്ഞാൽ അവർ അനൗൺസ് ചെയ്യും. അപ്പോൾ ഞാൻ ഈലോൺ മസ്ക് എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റേജിലൊക്കെ വന്നപ്പോൾ ഈലോൺ മസ്ക് ഇസ് ഹിസ് റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒന്നാമത് ഈ സെമിനാർ പറഞ്ഞത് ആള് വൻ ചില്ലും വൻ കൂളാണ്. അതുപോലെ തന്നെ പ്ലേ സ്റ്റേഷനും ട്വിറ്ററും തമ്മിൽ എന്തോ ഉള്ളൊരു ഡീലുണ്ട്. ആ ഡീല് എക്സ്പയർ ആവാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്വിറ്ററിലേക്ക് ഡയറക്റ്റ്ലി പ്ലേ സ്റ്റേഷനെ സ്ട്രീം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലാതാകും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ട്വീറ്റ് ഉണ്ട്. അപ്പോൾ ഇലോൺ മസ്ക് അതിൻ്റെ താഴെ കമൻറ്റ് ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്, ഇത് ഞാൻ റിന്യൂ ചെയ്ത് തരാമെന്ന്. അപ്പോൾ ആള് അടിപൊളിയാണ്. അതുപോലെ തന്നെ ടെസ്ല കമ്പനി ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ 2017 ടെസ്ല റോഡ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കാർ ഇറക്കി. അതായത് ടെസ്ലന്റെ സൂപ്പർ കാർ. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാല് 0 to 100 km/h 1.9 seconds. ഞാൻ 3 seconds എന്തോ അല്ല ബുഗാട്ടിയൊക്കെ വരുന്നത് കൊടുത്ത് ആക്സലറേഷൻ അങ്ങ് കൊടുത്താല് ഇങ്ങനെ ആവില്ല, ഇങ്ങനെ ഇരിക്കണം നമ്മള്. ഇപ്പൊ തന്നെ ടെസ്ല അങ്ങനെയാണ്. 1.9 seconds 0 to 100 km/h ആക്സലറേഷൻ ആണ്. അതുപോലെ തന്നെ 400 km/h ആണ് ടോപ്പ് സ്പീഡ്. 400 km/h. എന്നിട്ട് ഈ കാറിന്റെ വില $250,000 ആണ്. അപ്പൊ ടെസ്ല ഇത് അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ പൈസ ഇപ്പൊ തന്നെ നിങ്ങൾ തരണമെന്ന്. $250,000 ഇപ്പൊ തരണമെന്ന്. അപ്പൊ കുറെ ആൾക്കാരെ വാങ്ങിച്ചു. $250,000 ഇമ്മീഡിയറ്റ്ലി അങ്ങ് കൊടുത്തിട്ട് വാങ്ങിച്ചു. ഇത് 2017 അനൗൺസ് ചെയ്തേ. ഇപ്പൊ 2023 ആയി. 6 കൊല്ലായി. ടെസ്ല എപ്പോഴും ആ കാർ ഇറക്കിയിട്ടില്ല. ബേസിക്കലി ഇലോൺ മസ്കിന് അല്ലെങ്കിൽ ടെസ്ലക്ക് ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ലോണ് കിട്ടി. അതെ, റോൾ ചെയ്യാൻ എത്രങ്ങാനും പൈസ കിട്ടിയേ ഇൻട്രസ്റ്റ് ഫ്രീ. അതെ, അവിടെയാണ് കാര്യം. ഗൈസ് ഒരു കാർ ഇറക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ കാക്കൻ്റെ വർക്കിലെ ഒരു പെണ്ണ് ഒരു ടെസ്ല വാങ്ങിച്ചു ഇപ്പൊ അടുത്ത്. അപ്പൊ എൻ്റെ കാക്ക ചോദിച്ചു എങ്ങനെയുണ്ട് ടെസ്ല, എങ്ങനെയുണ്ട്, എങ്ങനെ വാങ്ങിക്കാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് പറയാണ് ടെസ്ല വാങ്ങിക്കുന്നത് ലിറ്ററലി ഒരു ഐഫോൺ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന പോലെയാണ്. ജസ്റ്റ് ടെസ്ലന്റെ വെബ്സൈറ്റിൽ പോവാ, ഏതാ മോഡൽ വേണ്ടത്, എത്ര ബാറ്ററി റേഞ്ച് വേണം, ഏതാ കളർ വേണ്ടത്, നെക്സ്റ്റ് ഷിപ്മെന്റ്, ഇങ്ങനെ ഇത് അടിച്ചു കൊടുത്താൽ നമ്മുടെ അഡ്രസ് അങ്ങ് അടിച്ചു കൊടുത്താൽ ഒരാഴ്ചക്കുള്ളിൽ കാർ വരുന്നു. അത്ര സിംപ്ലിഫൈഡ് ആണ്. നമ്മള് പൊതുവെ ഒരു കാർ മേടിക്കുകയാണെങ്കിൽ പേപ്പർ വർക്ക്. അതായത് അപ്പൊ ഈ പേപ്പർ വർക്ക് ഒക്കെ എന്താ ചെയ്യാ, അതൊക്കെ നമ്മളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഇവരങ്ങ് എടുക്കും. അത്രേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാ മിക്ക കാർ കമ്പനീസിനും ഡീലർഷിപ്സ് ഉണ്ട്, മിഡിൽമാൻ. അപ്പൊ അവരെന്താ ചെയ്യാ, ഇപ്പൊ ഒരു കാറിന്റെ വില $50,000 ആണെങ്കിൽ അവര് ഈ ഡിസ്ട്രിബ്യൂഷന് ഡീലേഴ്സിന് ഇവര് ഒരു $40,000 ആ കാർ വെക്കും. എന്നിട്ട് അതാണ് ഈ കാർ കമ്പനീന്റെ അല്ലെ $45,000 കാർ വെക്കും. എന്നിട്ട് ഈ കാർ കമ്പനി എന്താക്കും, അല്ലെ ഈ ഡീലർഷിപ്പ് എന്താക്കും, ആ $50,000 കാർ അവർക്ക് $45,000 കിട്ടിയ സാധനം ഇവരൊരു $60,000 വെക്കും. അതാണ് അവരുടെ പ്രോഫിറ്റ്. അതാണ് നമ്മൾ ഈ പോയിട്ട് ഡീലർഷിപ്പിലെ ആൾക്കാരോട് സംസാരിച്ച് അങ്ങ് നെഗോഷിയേറ്റ് ചെയ്ത് കഴിയണത്ര കുറക്കാൻ നോക്കുന്നത്. പക്ഷെ ടെസ്ല എന്ന് പറഞ്ഞാല് നേരെ ഡയറക്റ്റ് ടു കസ്റ്റമർ. ഞങ്ങൾ ഈ മിഡിൽമാൻ ബിസിനസ് ടു കസ്റ്റമർ, ഞങ്ങൾ ഈ മിഡിൽമാൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ ഇതാക്കണം, അതോടെ ഞങ്ങൾക്ക് പ്രൈസ് നല്ല കുറക്കാൻ പറ്റും എന്നിട്ട് അങ്ങനെ അങ്ങ് ഇതാക്കി. പിന്നെ സെൽഫ് ഡ്രൈവിംഗ് ഉള്ള ഒരേ ഒരു കാറ് ടെസ്ലയാണ്, ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ഉള്ളത്. നിനക്ക് എന്താണ് ഫുൾ സെൽഫ് ഡ്രൈവിനെ കുറിച്ച് അഭിപ്രായം? എനിക്ക് ഒരു നല്ല ടെക്നോളജിയാണ്, പക്ഷെ റിലയബിൾ ആയിട്ടോ അല്ലെ ട്രസ്റ്റ് വർത്തി ആയിട്ടോ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. നീ ട്രൈ ചെയ്തില്ലല്ലോ? അല്ല, ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ആ ഒരു കൺസെപ്റ്റ് അത് ഞാൻ എന്നാളും ഇപ്പൊ അടുത്ത് ആലോചിച്ചൊക്കെ നമ്മള് ഇതണ്ട് വിശ്വസിച്ച് നിനക്ക് അങ്ങ് ഇരിക്കാൻ തോന്നുമോ? കഴിയൂല. ഞാൻ പറയട്ടെ, നീ ഇരുന്നു
ഇരുന്നിട്ട് അവരിപ്പോഴും പറയുന്നത് നമ്മൾ റോഡ് പേ അറ്റൻഷൻ ചെയ്യണം, പിന്നെ കൈ സ്റ്റിയറിംഗ് വെക്കണം ഇടക്കിടക്ക് എന്നാ പറയുന്നത്. അപ്പം നീ ഇങ്ങനെ വെച്ച് എന്നിട്ട് നീ ഫുൾ സെൽഫ് ഡ്രൈവിങ് ട്രൈ ചെയ്ത് അങ്ങനെ നീ ഒരാഴ്ച ഇതിങ്ങനെ ട്രൈ ചെയ്ത് എന്നിട്ട് ഒരു പ്രശ്നമില്ല, സംഗതി ഫുൾ സ്മൂത്ത്. അപ്പം ഒരാഴ്ച നീ ടെസ്റ്റ് ചെയ്ത പിന്നെ നീ ട്രസ്റ്റ് ചെയ്യില്ല. അതെ മനസ്സിലായി, പക്ഷെ അറിയില്ല. സെമീറിനോട് ഞാൻ പഠിത്തു വെച്ചാൽ സെമീർ പറഞ്ഞേ ഇതൊന്നും നാട്ടിൽ പഠിത്തൊന്നും വരില്ല. അതാണ് സംഭവം ശരിയാണ്. ഇത് ക്യാമറ കാര്യങ്ങൾ, പ്രെഡിക്റ്റബിൾ കാര്യങ്ങൾ, ഇതൊക്കെ ഈ കാനഡയിലെ സ്മൂത്ത് റോഡ്, വൈഡ് റോഡ്, ഫുള്ള് ലൈനൊക്കെ എങ്ങനെയൊക്കെ റോഡ് വന്നാല് എങ്ങനെയൊക്കെയാണ് ഇവിടെ ആൾക്കാർ ഓടിക്കാന്നുള്ളത് ഒരു ഇതിങ്ങനെ ഇവര് പ്രോഗ്രാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്ത് മേക്കിംഗ് ഇറ്റ് മോർ ബെറ്റർ ആൻഡ് ബെറ്റർ. പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല. പല ആൾക്കാരും പല സൈഡിൽ കൂടെയാണ് ഓട്ടണ വണ്ടി റോഡിന്റെ. അതുപോലെ തന്നെ ഇങ്ങനെ പോകുമ്പോ സൈക്കിള്, ആൾക്കാര്, പശു, പിന്നെ ബൈക്ക്, ബസ്സിന്റെ ഒക്കെ പിന്നെ അറിയാലോ നമ്മളെ നാട്ടില്. ബസ് ഓപ്പോസിറ്റ് വന്നാ പിന്നെ കാറുകാരനെ അങ്ങോട്ട് റോഡിൽ നിന്നാണ് സൈഡ് ആവണം, എന്നാലേ അമ്മക്ക് കാര്യമുള്ളൂ. അല്ലെങ്കിൽ കാറും പോകും, നമ്മളും പോകും. അപ്പം കുറെ ആൾക്കാർ ഈ സെൽഫ് ഡ്രൈവിംഗ് ഭയങ്കര എതിരാണ്. ഇറ്റ് കിൽസ് ദ ജോയ് ഓഫ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു ഓട്ടണ്ട. അല്ല ശരിയാണ്, സിമ്പിൾ സൊല്യൂഷൻ. ഞാൻ പറയുന്നത് പേടിയാണ്. ലൈക്ക് എനിക്ക് ഇപ്പോഴും ട്രസ്റ്റ് ഇല്ല. ചിലപ്പോ ട്രസ്റ്റ് ഇതായിരിക്കും. അതെ, അവര് പറയുന്നത് ഹ്യൂമൻസിനേക്കാളും കുറച്ച് എറേഴ്സ് ആണ് ഈ കാർ ഉണ്ടാക്കുക എന്നൊക്കെയാണ് പറയണത്. പക്ഷെ അവരെപ്പോഴും കമ്പയർ ചെയ്യാൻ എന്താ പറയാ ആവറേജ് ഹ്യൂമൻസ് ആയിട്ടാണ്. നമ്മൾ ഓരോ ഇൻസ്റ്റിങ്ക്റ്റിൽ ഇപ്പൊ നമ്മൾ തന്നെ ചിലതൊക്കെ വിചാരിക്കും തട്ടിന്ന്, പക്ഷെ തട്ടിണ്ടല്ലോ നമ്മളൊരു മസിൽ മെമ്മറി ഒക്കെ നമ്മൾ വേണ്ട വെട്ടിട്ട് നമ്മൾ തന്നെ ആലോചിക്കും എന്താ പടം ഉണ്ടായത്. അതെ, പക്ഷെ അവരെപ്പോഴും കമ്പയർ ചെയ്യാം ആവറേജ് ഹ്യൂമൻസ് ആയിട്ടാണ്. ചില ആൾക്കാരുണ്ടാവും എപ്പോഴും വണ്ടി കുത്തിക്കണേ, അവരെക്കാളും ബെറ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ നോക്കുകയാണെങ്കിൽ ഇത് ബെറ്റർ ആണ്, സേഫ് ആണെന്ന് പറയാം. പിന്നെ ആൾക്കാർ പറയുന്നത് എനിക്ക് വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്, അപ്പൊ അതൊക്കെ ഇല്ലാതാകും ഇങ്ങനെ സെൽഫ് ഡ്രൈവിംഗ് ഒക്കെ നോർമലൈസ് ആയാല് എന്നൊക്കെ പറയും. പക്ഷെ മിക്ക ആൾക്കാരും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന വർക്കിന് പോവാന്, വർക്കിൽ നിന്ന് തിരിച്ചു വരാന്, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ സ്റ്റക്കായിട്ട് അങ്ങനത്തെ ആൾക്കാരാണ് വണ്ടി ഓടിക്കുന്നത്. അതിലൊക്കെ എന്ത് ജോയ്. സംഭവം തരുമോ, സ്റ്റാർട്ടിങ് എനിക്ക് മിസ്സായി. ഞാൻ സോൾ ഔട്ടായി. അപ്പൊ ഞാൻ ഫ്ലോ പോകി എനിക്ക് എങ്ങനെയൊക്കെ അത് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ്, പക്ഷെ അത് കിട്ടിയില്ല. അതായത് കുറെ ആൾക്കാർ പറയും എനിക്ക് ഈ വണ്ടി ഓടിക്കാനുള്ള ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഓടിക്കുന്നത്, അതിന്റെ ഫണ്ണ് ഉണ്ട്. ഇപ്പൊ ഈ എല്ലാ കാറുകളും സെൽഫ് ഡ്രൈവിംഗ് ആയി തുടങ്ങിയാല് എനിക്ക് ആ ഫണ്ണ് മിസ്സാകും. പക്ഷെ മിക്ക ആൾക്കാരും വണ്ടി ഓടിക്കുന്നത് ഇപ്പൊ സെക്കൻഡ് ഹാഫ് ഞാൻ കേട്ടി. ശരിയാണ്. പക്ഷെ ചിലവരെന്താന്ന് വെച്ചാല് ചിലവർ ശരിക്കും ഡ്രൈവിങ് ഒരു ഫണ്ണായി കാണുന്നവര്. ഞാനും ഫണ്ണായി കാണുന്നുണ്ട്. അതെ, പക്ഷെ ഞാന് വർക്കിലേക്ക് വരുന്ന അതൊരു ഫണ്ണായിട്ട്. പക്ഷെ അവര് ജസ്റ്റ് ജനറലി ഒരു റോഡ് ട്രിപ്പ് പോവാ അങ്ങനെ. പിന്നെ ടെസ്ലൊക്കെ ഇങ്ങനത്തെ കുറെ ഇതുണ്ട്. നമുക്കിപ്പം ഒരു റോഡ് ട്രിപ്പോ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകണമെങ്കിൽ അത്രയും ഇലക്ട്രിക് മറ്റേ പമ്പും ബാറ്ററി ഒക്കെ വരണം. അല്ലേ പിന്നെ നമ്മളല്ല ജനറേറ്റർ ഒക്കെ ഇവന്റെ കസിന് അതാ പറഞ്ഞിരുന്നേ, മറ്റേ ട്രങ്കില് ജനറേറ്റർ ഒക്കെ ഇട്ട് അതിലൊരു 5 ലിറ്റർ പെട്രോളൊക്കെ ഒഴിച്ചാണ്ട് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ടെസ്ല ഈസ് ടെസ്ല. അതെ, എന്തൊരു നല്ല അനാലിസിസ്. എപ്പിസോഡ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ കാനഡയിൽ രാത്രി 8 മണിയാണ് സമയം. ഇവിടെ കിച്ചണർ ഒണ്ടാരിയോയില് 12 ഡിഗ്രി സെൽഷ്യസ് തണുപ്പാണ്. 12 സദ്യയിൽ ഇപ്പൊ 2 ദിവസമായിട്ട് 12 ഡിഗ്രി ഒക്കെ ഞാൻ ഇപ്പൊ നാട്ടിലൊരു എന്താ പറയാ ഒരു തണുപ്പായിട്ട് ഞാൻ കൂട്ടുന്നില്ല ഇപ്പൊ 12 ഒന്നും. കാരണം ഇവിടെ ഒരു 2-3 ദിവസം മുന്നൊക്കെ 0 ഡിഗ്രി -1 -3 ഒക്കെ എത്തിയിരുന്നു. അന്ന് ഭയങ്കര തണുപ്പായി. നമ്മള് ഫുള്ള് മറ്റേ ക്യാപ്പ്, ഹൂഡി, ഗ്ലൗസ് അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു 2 ജാക്കറ്റും അതൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മൾ നടന്നത്. അതെ, പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വെറുതെ ശ്വാസം വിടുമ്പോഴത്തേനിങ്ങനെ ഫുള്ള് പുകയൊക്കെ വരിക. അപ്പൊ 12 ഡിഗ്രി ഒക്കെ പറയുമ്പോ നമുക്ക് ബെയറബിൾ, ജസ്റ്റ് ഹൂഡി മാത്രം ഇട്ട് ഇറങ്ങിയാൽ മതി. സെമീറൊക്കെ ഇപ്പം അങ്ങനെ അഡാപ്റ്റ് ആയി ഗൈസ്. എന്താ ചെയ്യാ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നിർത്താണ്.
സോ വൺസ് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളോ അല്ലെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യണവരുണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് ദം ടു പിങ് അസ്. ഒരു പെയ്ഡ് കൊളാബറേഷൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സെമി റോഷൻ സൈനിങ് ഓഫ്. ആൻഡ് സയാൻ സാക്കിർ. പീസ് ഔട്ട്. Ha